എൻ്റെ ഒരു RSSകാരൻ സുഹൃത്ത്, അവൻ പക്ക RSS ആണ്. RSSൻ്റെ ശാഖയിലെ സജീവ RSS പ്രവർത്തകനാണ്. പക്ഷേ എന്നോട് സ്നേഹമാണ്. നമുക്ക് ഈ സ്നേഹം സൗഹൃദങ്ങൾക്ക് ജാതി മതമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലാതെ വ്യക്തിപരമായി ഞാനും അനുഭവിക്കുന്ന ഒരു സത്യം. എൻ്റെ എത്രയോ നല്ല സുഹൃത്തുക്കൾ, എത്രയോ നല്ല നിസ്കാരത്തഴമ്പുള്ളവർ, എത്രയോ നല്ല ഇസ്ലാം സുഹൃത്തുക്കൾ, എത്രയോ നല്ല ഹൈന്ദവ സഹോദരങ്ങൾ. ഇതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫ്. വെൽക്കം ടു പാസ്റ്റർ ടിനു ജോർജ് സ്പിരിച്വൽ ടോക്ക് പോഡ്കാസ്റ്റ് വീഡിയോ. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തെ കൊച്ചിലെ തൊട്ട് എൻ്റെ കൂടെ ഭയങ്കര ഞങ്ങളമ്മ അടിയും പിടിയും ഉണ്ടാക്കി ഇണങ്ങിയും വളർന്ന എൻ്റെ അമ്മ അവനമ്മയായിരുന്നു. അപ്പോൾ അവൻ ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. അപ്പോൾ അമ്മ എവിടെയെങ്കിലും പോകണം ഇവനെ വിളിക്കത്തുള്ളൂ. എൻ്റെ പെങ്ങളാന്നേലും അവനെയായിരുന്നു ഇഷ്ടം, അത്ര ഇഷ്ടം. അമ്മയെ കണ്ട അവൻ കയ്യെ പിടിച്ച് കൊണ്ടുപോയി കടയിൽ പിടിച്ച് അമ്മ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ട എന്നിട്ട് വീട്ടിൽ കൊണ്ട് കയറ്റി വിടും. അത്ര സ്നേഹമാണ് അവൻ്റെ അമ്മയോടും അപ്പനോടും. എനിക്ക് അതുപോലെ സ്നേഹമാണ്. അപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, എടാ നീ എങ്ങാണ്ട് പോയി നീ സഭയെ പ്രസംഗിക്കുമ്പോൾ നല്ലപോലെ വചനം പ്രസംഗിക്കും. ഇവൻ എന്നോട് പറയാണ്, നല്ലപോലെ നീ പ്രാർത്ഥിക്കണം, വേദോസം വായിക്കണം, എന്നോട് പ്രാർത്ഥിക്കണം, വേദോസം വായിക്കണം, എന്നിട്ട് നീ വചനത്തിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കണം. അമ്പോ ഇവനെ ഉപദേശിക്കാതെ കയ്യിലേക്ക് എടുത്ത് കുറിയൊക്കെ തൊട്ട് എന്നെ ഉപദേശിക്കുക. എടാ നിനക്ക് എന്നെ പാട്ടുണ്ട്, നീ എന്താ ഈ പറയുന്നത്? എടാ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യാം, അല്ല നീ പോകുന്ന വിവരണം ഒന്നും സഭയെ കൂടുതൽ വേണം വേണ്ട. അതിന് രസമല്ല, ബാക്കി കേട്ടോണം. ഞാൻ പോയിട്ട് വന്ന് പറഞ്ഞപ്പോൾ ഇവനോട് പറയണം, നീ നല്ലപോലെ വചനം പറയണം, നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. നല്ല കാവിക്കരിയൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് രാവിലെ കുറിയൊക്കെ തൊട്ട് നിന്നോണ്ട് എന്നോട് ഉപദേശിക്കുന്നേ. നീ പ്രാർത്ഥിക്കണം, വേദോസം വായിക്കണം, അല്ല പോയെടുത്ത് യാത്രാപൂർണ്ണം ഒന്നും പറയല്ലേ. ഞാൻ നിനക്കെന്നെ പറയാനുള്ളത്. അല്ല യോഗം കഴിഞ്ഞ് എൻ്റെ ഓട്ടോയിലെ വിശ്വാസികൾ പോയത്, ഓട്ടോ ഇരുന്നുണ്ട്. ഞാവാൻ പോയിട്ട് വന്ന് വിളമ്പുക അവൻ്റെ യാത്രയുടെ അവൻ്റെ വിശേഷം കേൾക്കാനാണ് ഞങ്ങൾ യോഗത്തിന് പോയി. അവൻ പോയെങ്കിൽ അതിന് അവൻ്റെ പന്നപ്പിള്ളയ്ക്ക് കൊള്ളാം. വിശ്വാസികൾ ഓട്ടോറിക്ഷ ഇരുന്ന് പറഞ്ഞപ്പോൾ എൻ്റെ RSSകാരനായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സുഹൃത്ത് എന്നെ പഠിപ്പിച്ചു, വചനം വായിച്ച് വേദോസം പ്രസംഗിച്ചോളാം. അപ്പോൾ ഈ ഓട്ടോയിൽ ഇരുന്ന് എന്തോ ചെയ്തു, ഫ്രൈ ചെയ്യുക. ഇവൻ എങ്ങനെ വിശ്വാസി വരും? സത്യല്ലേ ചിന്തിക്കണം. ഇത് ചിന്തിക്കാനുള്ള കാര്യമാണ്. Spiritual Talk with Pastor Tinu George. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ പിള്ളേരെ ഓർത്ത് കുറ്റം പറയല്ലേ, അതെ, ദൈവത്തെ ഓർത്ത് പറയാം. എൻ്റെ പൊന്നപ്പച്ചൻ ഈ അവരെയും കപ്പലണ്ടി പറങ്ങാണ്ടി പരിപ്പൊക്കെ മസാലയിട്ട് വറുത്ത് റീഫ്രൈ ചെയ്യുന്ന പോലാണ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ പൊന്ന് സാറേ, ഞാൻ പിന്നെ ഒരിക്കൽ 2007 ഇപ്പം എത്രയോ വർഷം കഴിഞ്ഞു, 2007 ഞാൻ ഈ എളിദാസൻ ഒരു യാത്ര പോയി. അന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര. അതിപ്പോഴും സത്യത്തിൽ എനിക്ക് ഒരു നല്ല ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. എന്നാൽ പോലും അന്ന് അവിടെ ചെന്നിട്ട് നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടിയൊക്കെ വിളിക്കണം. അതിപ്പോൾ സാറിന് ആർക്കും അറിയത്തില്ല, എന്നും വലിയ ആളെന്ന് വന്നാൽ അന്ന് ആർക്കും അറിയത്തില്ല. അപ്പം മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് വിളിക്കുന്ന വലിയ പാടാണ്. പക്ഷേ എനിക്ക് വിളിച്ചേ ഒക്കത്തുള്ളൂ. എന്നാ കാര്യം ചോദിച്ചാൽ ഞങ്ങളുടെ ചർച്ച പണിയാണ്. അപ്പം കമ്പിക്കട പൈസ കൊടുക്കാറുണ്ട് 1,00,000 രൂപ. അപ്പം അന്ന് 1,00,000 രൂപ 2007 അപ്പം ഞാൻ എൻ്റെ അപ്പായെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വിളിച്ച് മീറ്റിങ്ങിന് എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ കയറി വരുവാന്ന് പറഞ്ഞു. അപ്പം അപ്പ പറഞ്ഞില്ല, നീ വരുമ്പം ഗൾഫിൽ പോയിട്ടുണ്ട്, വരുമ്പം കടയിൽ പൈസ തരാമെന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. എന്ന് പ്രിൻസ് വരുന്നു അന്ന് പൈസ തന്നേക്കും. എത്ര ഉണ്ട്? 1.5. എന്ന് 1.5 ആകുന്ന കയറി വന്നോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഈ 1.5 കിട്ടാൻ ഞാൻ ഒത്തിരി ഓടി. 1,50,000 രൂപ പിന്നെ ഒരു യോഗം മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇന്ന് നമുക്കത് ചിലപ്പോൾ ആ 1.5 വലിയ വിഷയമല്ല. ഇന്ന് വലിയൊരു എമൗണ്ടാണ് നമ്മുടെ പ്രശ്നം. അതെ, പക്ഷെ അന്ന് സത്യത്തിൽ 1.5 വലിയ വിഷയം. അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും അല്ല കേട്ടോ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാനീ പോയ കാര്യങ്ങളും അവിടെ പോയി ഇവിടെ പോയി എന്നെല്ലാം 6 മാസം കഴിഞ്ഞ് ഞാൻ വരുന്നേ. അപ്പോൾ ഞാൻ വിശദമായിട്ട് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പൊന്ന് സാറേ, സാക്ഷ്യമെല്ലാം പറഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു RSSകാരൻ സുഹൃത്ത്, അവൻ പക്ക RSS ആണ്. RSSൻ്റെ ശാഖയിലെ സജീവ RSS പ്രവർത്തകനാണ്. പക്ഷേ എന്നോട് സ്നേഹമാണ്. നമുക്ക് ഈ സ്നേഹം സൗഹൃദങ്ങൾക്ക് ജാതി മതമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലാതെ വ്യക്തിപരമായി ഞാനും അനുഭവിക്കുന്ന ഒരു സത്യം. എൻ്റെ എത്രയോ നല്ല സുഹൃത്തുക്കൾ, എത്രയോ നല്ല നിസ്കാരത്തഴമ്പുള്ളവർ, എത്രയോ നല്ല ഇസ്ലാം സുഹൃത്തുക്കൾ, എത്രയോ നല്ല
ഹൈന്ദവ സഹോദരങ്ങൾ. ഇതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തെ കൊച്ചിലെ തൊട്ട് എൻ്റെ കൂടെ ഭയങ്കര ഞങ്ങൾ തമ്മിൽ അടിയും പിടിയും ഉണ്ടാക്കി ഇണങ്ങിയും വളർന്ന എൻ്റെ അമ്മ അവൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ അവൻ ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. അപ്പോൾ അമ്മ എവിടെയെങ്കിലും പോകണം ഇവനെ വിളിക്കത്തുള്ളൂ. എൻ്റെ പെങ്ങളാന്നേലും അവനെയായിരുന്നു ഇഷ്ടം, അത്ര ഇഷ്ടം. അമ്മയെ കണ്ട അവൻ കയ്യെ പിടിച്ച് കൊണ്ട് കടയിൽ പിടിച്ച് അമ്മ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ട എന്നിട്ട് വീട്ടിൽ കൊണ്ട് കയറ്റി വിടും. അത്ര സ്നേഹമാണ് അവൻ്റെ അമ്മയോടും അപ്പനോടും. എനിക്ക് അതുപോലെ സ്നേഹമാണ്. അപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, എടാ നീ എങ്ങാണ്ട് പോയോ? പോയി. നീ സഭയെ പ്രസംഗിക്കുമ്പോൾ നല്ലപോലെ വചനം പ്രസംഗിക്കും. ഇവൻ എന്നോട് പറയാണ്, നല്ലപോലെ നീ പ്രാർത്ഥിക്കണം, വേദോസം വായിക്കണം. എന്നോട് പ്രാർത്ഥിക്കണം, വേദോസം വായിക്കണം, എന്നിട്ട് നീ വചനത്തിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കണം. അമ്പോ ഇവരെ ഉപദേശിക്കാതെ കയ്യിലൊക്കെ എടുത്ത് കുറിയൊക്കെ തൊട്ട് എന്നെ ഉപദേശിക്കുക. എടാ ചെറുക്ക നിനക്ക് എന്നെ പാട്ടുണ്ട്, നീ എന്തായി പറയുന്നത്? എടാ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യാം, അല്ല നീ പോകുന്ന വിവരണം ഒന്നും സഭയെ കൂടുതൽ വിളമ്പണ്ട. അതിന് രസമല്ല, ബാക്കി കേട്ടോണം. ഞാൻ പോയിട്ട് വന്ന് പറഞ്ഞപ്പോൾ ഇവനോട് പറയണം, നീ നല്ലപോലെ വചനം പറയണം, നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. നല്ല കാവിക്കരിയൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് രാവിലെ കുറിയൊക്കെ തൊട്ട് നിന്നോണ്ട് എന്നോട് ഉപദേശിക്കുന്നേ. നീ പ്രാർത്ഥിക്കണം, വേദോസം വായിക്കണം, അല്ല പോയെടുത്ത് യാത്രാപൂർണ്ണം ഒന്നും പറയല്ലേ. ഞാൻ നിനക്ക് തന്നെ പറയാനുള്ളത്. അല്ല യോഗം കഴിഞ്ഞ് എൻ്റെ ഓട്ടോയിലെ വിശ്വാസികൾ പോയത്. ഓട്ടോ ഇരുന്നുണ്ട്, ഞാവാൻ പോയിട്ട് വന്ന് വിളമ്പു അവൻ്റെ യാത്രയുടെ അവൻ്റെ വിശേഷം കേൾക്കാനാണ് ഞങ്ങൾ യോഗത്തിന് പോയി. അവൻ പോയെങ്കിൽ അതിന് അവൻ്റെ പന്നപ്പിളയ്ക്ക് കൊള്ളാം. വിശ്വാസികള് ഓട്ടോറിക്ഷ ഇരുന്ന് പറഞ്ഞപ്പോൾ എൻ്റെ RSSകാരനായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സുഹൃത്ത് എന്നെ പഠിപ്പിച്ചു, വചനം വായിച്ച് വേദോസം പ്രസംഗിച്ചോളാം. അപ്പോൾ ഈ ഓട്ടോയിൽ ഇരുന്ന് എന്തോ ചെയ്തു, ഫ്രൈ ചെയ്യുക. ഇവൻ എങ്ങനെ വിശ്വാസത്തിൽ വരും? സത്യല്ലേ? ചിന്തിക്കണം. ഇത് ചിന്തിക്കാനുള്ള കാര്യമാണ്. ദൈവത്തെ ഓർത്ത് നാട്ടുകാരുടെ മുമ്പിലും ഞാൻ ചോദിച്ചോട്ടെ, തൊണ്ട പുഴുത്താൽ നുണച്ചിറക്കണമെന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ടോൺസൈറ്റിസ് വന്നാൽ നമ്മളെന്തോ ചെയ്യും? തൊണ്ട കഴുത്ത് വെട്ടിക്കളയോ? ടോൺസൈറ്റിസ് എടുത്ത് കളയാം. ടോൺസൈറ്റിസ് എടുത്ത് കളയണമെങ്കിലും അതിൻ്റെ ഇൻഫെക്ഷൻ മാറിയിട്ടല്ലേ ഒക്കത്തുള്ളൂ. പിന്നെ എന്തോ ചെയ്യാനാ? പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇറക്കണം, ഇറക്കത്തില്ലേ? കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാലും ഭാര്യത്താവിൻ്റെ കുറ്റം ഒരിക്കലും ആരോട് പറയരുത്. പിള്ളേരോട് പറയാം, നിൻ്റെ അപ്പൻ ഇങ്ങനെയാണെന്ന് പിള്ളേരോട് പറയരുത്, നിൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് ആരോട് പറയരുത്, പിള്ളേരോട് പറയരുത്. ഇതുപോലെ തന്നെയാണ് സഭ. സഭയുടെയും വിശ്വാസികളുടെയും കുറ്റങ്ങൾ, കുറവുകൾ, വഴക്കുകൾ ആരോട് പറയരുത്? പരസ്പരം പറഞ്ഞുകൊണ്ട് നടക്കും. കുഞ്ഞുങ്ങൾ കേൾക്കരുത്, എസ്പെഷ്യലി കുട്ടികൾ കേൾക്കരുത്. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ട് യൂത്തില്ല? 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്, ഞാൻ കണ്ട പ്രായോഗികമായ കാര്യം. ഈ ചർച്ച് വളരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്ന ആരാ? അടുത്തൊരു ജനറേഷൻ, കുഞ്ഞുങ്ങളാണ്. മിക്കവാറും ഈ ഇപ്പോൾ എൻ്റെ 2 പിള്ളേർ, എനിക്ക് 4 പിള്ളേരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കുഞ്ഞുങ്ങളും ആ സഹോദരനും ഞാൻ ചർച്ചയിൽ നിന്ന് അങ്ങ് മാറി. ഇപ്പം എൻ്റെ സർപ്പ ന്യൂവിൻ്റെ ചർച്ചൊക്കെ ഉണ്ട്. ഞാൻ ചർച്ച വളർന്നെങ്കിൽ ഇവരും അവരും കൂടെ കൂട്ടായിരിക്കും. നമ്മൾ തമ്മിൽ അങ്ങ് പിരിഞ്ഞാലും നമ്മൾ അപ്പുറത്തെ സഭയിൽ പോയി ഇപ്പുറത്തെ സഭയിൽ പോയി, പിന്നെ ഞാൻ പാസ്റ്ററായി അവരും പാസ്റ്ററായി. നമ്മൾ പറഞ്ഞു, ദൈവമായ കർത്താവേ, ആ വലിയ പിറന്നപ്പോൾ ഉണ്ടായ മുറിവുകളൊക്കെ മാറി, ഇന്ന് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മാക്കളെ തന്നു, ദൈവം എന്നെ മാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുറിവുകളെ അങ്ങ് വേറെ രീതി കാണും. പക്ഷേ ഇവരുടെ സൗഹൃദം വളർന്ന് ചിലപ്പോൾ ഈ കൊച്ചും ആ ചെറുക്കനും കൂടെ ചെറിയൊരു പിടി ലൈൻ കാണും. ചെറിയൊരു സൺഡേ സ്കൂളിൽ വരുന്നത് ഇവരെ തമ്മിൽ കാണാനാ. അപ്പോൾ ഈ സൗഹൃദങ്ങൾ പലപ്പോഴും ആരുടെ മുറിഞ്ഞു? സഭയ്ക്കകത്ത് ഈ കുഞ്ഞുങ്ങളെ മുറിഞ്ഞു. പിളർപ്പുണ്ടായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മുറിഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ മുറിഞ്ഞാൽ അത് ഒട്ടാൻ പാടാ. അവർക്ക് പിന്നെ വെറുപ്പുണ്ടാകുന്ന ആരോടാ? നേതൃത്വത്തോടായിരിക്കും, സഭയോടായിരിക്കും. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇവരെ സ്നേഹിക്കുന്നവർ എവിടെ വേണം? സഭയ്ക്കകത്ത് വേണം. കുഞ്ഞേന്ന് വിളിക്കുന്നവർ വേണം. അവർ ആ അമ്മച്ചിയെ കാണാൻ പോകും. ഞാൻ എപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ചർച്ചയിൽ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും. അതൊരു മയിലാടുപാറ അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് വയ്യ. ഞാൻ അത് ഒത്തിരിടത്ത് അമ്മച്ചിയുടെ സാക്ഷ്യം പറയും. ഞങ്ങളുടെ കൂടെയുള്ള പാസ്റ്റേഴ്സ് എല്ലാം പിള്ളേരാണ്, കല്യാണം പോലും കഴിക്കാത്ത പിള്ളേർ, കൊച്ചു പിള്ളേരുണ്ട്, ഒത്തിരി പേര്, നല്ല പിള്ളേരാണ്. പക്ഷെ അമ്മച്ചിക്ക് സാരി ഒന്നും കൊടുക്കാൻ വയ്യ. അമ്മച്ചി നൈറ്റി ഇട്ടുണ്ടാവും അവർ. അമ്മച്ചി കോഴഞ്ചേരി പ്രദേശത്തെ വലിയൊരു കുടുംബത്തിലാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാർന്നവരാ കല്യാണം കഴിച്ച്. ഇപ്പം നൈറ്റി ഇട്ടുണ്ടാണ് വരുന്നത്. കാരണം അമ്മച്ചിക്ക് സാരി ഒന്നും കൊടുക്കാനൊക്കെ ഒത്തില്ല, ഭയങ്കര വണ്ണോ. ഇപ്പം വരുന്നില്ല, കുറച്ച് ദിവസമായിട്ട് വയ്യ, അമ്മച്ചി കിടപ്പാ. അമ്മച്ചി വന്ന് വലിഞ്ഞ് ശ്വാസം മുട്ടി വന്ന് കസേരയിരിക്കും.
എല്ലാ മക്കളും വരുമ്പോൾ ഒരു ഉമ്മ കൊടുക്കും. പാസ്റ്റർമാർക്കൊക്കെ ഉണ്ടെങ്കിൽ 10 രൂപ 50 രൂപ കൊടുക്കും. അമ്മച്ചി ഇവിടുന്ന പൈസ എടുത്ത് തരുന്നത്, ഈ നെഞ്ചത്തുനിന്ന് പൈസ എടുത്ത് തരും. എനിക്ക് രാവിലെ അമ്മച്ചി ഒപ്പം വന്നാലും ഒരു 100 രൂപ തരും. 100 രൂപ തരും. പക്ഷെ ആ 100 രൂപയ്ക്ക് ഞാൻ കാത്തു നിൽക്കും. അതിനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മയുടെ പൈസ പാത്തു വെക്കുന്ന ഈ ബ്ലൗസിനകത്തായിരുന്നു പഴയ അമ്മമാരൊക്കെ അങ്ങനെ. അപ്പം അമ്മയുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഇവിടെ പൈസ കാണും. അത്യാവശ്യം നമുക്ക് ഇല്ലെങ്കിൽ സ്നേഹിച്ച് പമ്മി എടുക്കും ഇതിനകത്തുനിന്ന്. അതൊരു സന്തോഷമല്ലേ? അമ്മ തരുന്ന പോലെയാണ് അമ്മച്ചി തരുന്നത്. അതെ. അതിനകത്ത് എന്നിട്ട് കരയും, ഇത്രയും ഉള്ളടാ മോനെ. എന്നിട്ട് എല്ലാവരും വിളിച്ച് പറയും. അമ്മച്ചി അങ്ങ് പറയും എല്ലാവരും, എൻ്റെ പ്രിൻസിപ്പലിനെ വിഷമിപ്പിച്ചേക്കല്ലേ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാനിടത്ത് ചെന്നപ്പം ഞാൻ UK ഇരിക്കുക. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് അമ്മച്ചി ആരോ വീഡിയോ കോൾ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. എൻ്റെ കസിനെ വിളിച്ചു, ഞങ്ങളുടെ സഭയിൽ വെച്ച്. അപ്പോൾ അമ്മച്ചിക്ക് നേരെ കിടക്കാൻ വയ്യ, ശ്വാസം മുട്ടുക. അമ്മച്ചി കമന്ന് ശ്വാസം മുട്ടായിരിക്കാൻ കമന്ന് കിടന്നുകൊണ്ടാണ് സംസാരിച്ചപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, എൻ്റെ പ്രിൻസിപ്പൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്, നീ ഇങ്ങനെ കൈ ചുരുട്ടി പിടിക്കാതെ ഇങ്ങനെ നിവർക്ക് അവന് കൊടുക്കണം. ഹല്ലേലൂയ. നീ ചുരുട്ടല്ല കൈ. എന്നിട്ട് അമ്മച്ചി കരയുക, നിന്നെ ദൈവം അനുഗ്രഹിക്കും, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നീ ഇങ്ങനെ കൈ നിവർത്തി എൻ്റെ കൊച്ചനെ വിട്ടേക്കണം. വന്നിട്ടൊരു കരച്ചിൽ. നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഈ അമ്മമാരും അപ്പച്ചന്മാരും ചർച്ചിലുണ്ടെങ്കിൽ പിള്ളേരെവിടെ പോവും? അവരെടുത്തു. പിന്നെ പിള്ളേരെങ്ങും പോകത്തില്ലെന്നേ. പണ്ടത്തെ പാസ്റ്റപ്പച്ചന്മാരൊക്കെ അമ്മച്ചന്മാരും വടിയും കൊണ്ടൊക്കെ എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ എല്ലാം പാസ്റ്റേജ് ചുറ്റിപ്പറ്റിയല്ല നിന്നേ. അതെ അതെ. അമ്മച്ചി എന്തെങ്കിലും കപ്പയൊക്കെ വേവിച്ച് കൊടുക്കും. അതെ. പിള്ളേരുടെ മുഴുവൻ ഓർമ്മ ചർച്ചുമായിട്ടല്ലേ? അതെ. ആ ചർച്ചുമായിട്ടുള്ള ഓർമ്മയിൽ കുഞ്ഞുങ്ങൾ വളരണം. തീർച്ചയായും. അല്ലാതെ ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വന്ന് ആശീർവാദം പറയുന്നതിന് മുമ്പ് കാറേ കയറി പോകുന്നവർ ദയവായിട്ട് വരണ്ട. നീ വെറുതെ പാർക്കിംഗ് സൗകര്യം വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതെ. വരണം, കുറച്ചു നേരം നിൽക്കണം, എല്ലാവരും കാണണം. തീർച്ചയായിട്ടും. കുഞ്ഞെന്നെ വരാൻ ഞാൻ ചോദിക്കണം, കുഞ്ഞിൻ്റെ പരീക്ഷ എന്നാന്ന് ചോദിക്കണം, അമ്മച്ചി പ്രാർത്ഥിക്കാമെന്ന് പറയണം. എന്നാൽ മാത്രമേ അവർ പറയണം, അമ്മച്ചി മോൻ്റെ പരീക്ഷ എന്നാടാ. അതെ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ മോനെ പരീക്ഷ എഴുതിയോടാ, പാടുണ്ടായിരുന്നു മക്കളെ, അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവൻ നാളെ അമ്മച്ചോട് എന്ന് പറയും, അമ്മച്ചി പരീക്ഷ, അമ്മച്ചി പ്രാർത്ഥിക്കണേ. ഈ നൊസ്റ്റാൾജിക് മെമ്മറി നാളെ ഉണ്ടെങ്കിലേ ഈ കുഞ്ഞുങ്ങൾ നിൽക്കത്തുള്ളൂ. എൻ്റെ സഭയാണ്, എൻ്റെ വീടാണ്. ഈ ഒയ്ക്കോമനെ വീടാണ്, ഹൗസ് ഹോൾഡ് എന്നാണ്. ചർച്ച എന്ന് പറയുന്നൊരു വാക്കിന് ഹൗസ് ഹോൾഡ് എന്നുള്ള അവർ കെട്ടിടം ഹൗസ് ഹോൾഡാണ്. അതെ. ഇറ്റ്സ് എ ഫാമിലി. ആ ഫാമിലി കൺസെപ്റ്റിൽ അത് കൂട്ടം വർദ്ധിക്കുമ്പോൾ കൂട്ടായ്മ പോകരുത്. പ്രിൻസിപ്പാസ്റ്റർ, അതൊരു പാസ്റ്റർ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമാണ്. പാസ്റ്റർ മാത്രം വിചാരിച്ചാൽ ഒക്കത്തില്ല, എല്ലാവരും വിചാരിക്കണം. അതെ. പക്ഷേ പാസ്റ്റർക്ക് ഒരു വലിയ റോളുണ്ട്. കാരണം സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, എ ചർച്ച് നെവർ ഗ്രോസ് ബിയോണ്ട് ദ പാസ്റ്റർ. പാസ്റ്റർക്ക് മേളിൽ ഒരിക്കലും എന്ത് പോത്തില്ല, സഭപാത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാസ്റ്റേഴ്സ് നമുക്ക് ഭയങ്കര റോളാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ചർച്ച വളരണം. അതെ. അതുകൊണ്ടാണ് എന്തിനാണ് കൺവെൻഷൻ എന്നൊക്കെ ചില, എന്തിനാണ് ഈ കൺവെൻഷൻ? അത് വടക്കേൻ്റെ കൊണ്ടൊക്കെ എൻ്റെ പണ്ടും പറയും. കൺവെൻഷൻ്റെയൊക്കെ ഉദ്ദേശം ഞാനൊരു ഭാഷ തന്നെ പറയും, ആര് സ്ഥാനപ്പെട്ടു എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ആരെയും സ്ഥാനപ്പെടുത്താൻ നോക്കത്തില്ല. നമ്മുടെ ജോലി വിതയ്ക്കുകയാണ്. അതെ. വിതക്കാരൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വിതച്ചുകൊണ്ടിരിക്കും. വളരുമാറാക്കുന്ന ആരാ? ദൈവമാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ കൺവെൻഷന് വന്ന് ഒരു പാട്ട് പാടി അവർ കൺവെൻഷന് മൈക്ക് അനൗൺസ്മെൻ്റിൻ്റെ കൂടെ പോയി. കൺവെൻഷൻ അവർ കസേര വർക്ക് ഇട്ടു. കൺവെൻഷൻ അവർ വോളണ്ടറി ആയിട്ട് നിന്നു. അതെ. മതി. അവർക്ക് എൻ്റെ ഒരു തോന്നലുണ്ടായി, അവർ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി. ഇനി മറ്റൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ഇത് പറയുമ്പോഴേ എൻ്റെ കൂടെ ഒത്തിരി പിള്ളേരുണ്ട്. അതിൻ്റെ എല്ലാവരും പറയുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് കേട്ടോ. അതിൽ ഒരു കുഞ്ഞ് അവനിപ്പോൾ ഏതാണ്ട് 23-24 വയസ്സോടെ, ഞാൻ പറഞ്ഞ പാസക്കാരി, ഞാനിപ്പം ഇത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ആയതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അവരിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ട്. അതെ. വലിയൊരു ബിസിനസ് സാമ്രാജ്യം. അപ്പം കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഈ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടന്നപ്പം എന്താണ് അടുക്കളയിൽ ഇങ്ങനെ സെർവ് ചെയ്യുന്ന, അപ്പം അവന് ഒരു പയ്യൻ എന്തോ ഒരു സങ്കടം പോലെ പറഞ്ഞു, നമ്മൾ വെറും കുക്കിങ്ങുകാരല്ലേ എന്നാണ്ട് ചോദിച്ചു. അപ്പോൾ ഈ മോൻ അവനോട് പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എടാ ഇവൻ ഇന്ന് ഇമ്മൻസ് ഒരു വലിയ വിടർന്ന വിശാലമായ സാമാന്യം വലിയൊരു
സ്വന്തമായൊരു ബിസിനസ് മേഖലയുള്ള ശൃംഖലയുള്ള ഒരു ദൈവം മാനിച്ചൊരു സഹോദരൻ. സഹോദരൻ. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ ഞാനിന്ന് എപ്പോഴും അവനപ്പോൾ ആ കുഞ്ഞെൻ്റെ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ വരും. അവനെവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾ ശമ്പളം കൊടുത്തിട്ടൊന്നും വരുന്നതല്ല, സന്തോഷം കിട്ടും. എവിടെയെങ്കിലും ചെല്ലുമ്പം പ്രിൻസിപ്പാൾ ഉള്ള ഡ്രൈവറെ വിളിക്കാൻ പറയുമ്പോൾ അവൻ പറഞ്ഞാൽ എനിക്കതിനകത്ത് സന്തോഷമുള്ളൂ. പ്രിൻസിപ്പാൾ ഡ്രൈവറായിട്ട് പോകുന്നു, അവരെന്നെ ഡ്രൈവറായിട്ടാണ് കാണുന്നത്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പ്രിൻസിപ്പാനപ്പം പറയും ഇത് ഡ്രൈവറല്ല, എൻ്റെ ഞങ്ങളുടെ കുഞ്ഞാന്ന് പറയും. പക്ഷേ അതല്ല എൻ്റെ വിഷയം, എനിക്ക് ഇതിന് സന്തോഷമാണ്. അവൻ പറയും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വയസ്സിൽ ലൈസൻസ് ആയപ്പം പ്രിൻസിപ്പാൻ്റെ കൂടെ കൂടിയതാണ്. പ്രിൻസിപ്പാൻ എപ്പോഴും ആവശ്യം വന്നാൽ ഞാൻ ഇടയ്ക്കും കൊണ്ടുവന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അതിൻ്റെ അനുഗ്രഹം ഇന്നത്തെ എൻ്റെ ബിസിനസ്. ആമേൻ. അതിന് തന്നെ 2018 വെള്ളപ്പൊക്കത്തിൽ വേറൊരു കുഞ്ഞ് ബിടെക് പഠിക്കുന്നേ ഉള്ളൂ, ഒന്നുമില്ല. അവൻ ആ വെള്ളപ്പൊക്കം കയറിയപ്പോൾ നാട്ടിൽ കയറി. എങ്ങനെ അവൻ ഇവിടെ വന്നു? അന്ന് ഫാസ്റ്റൊക്കെ അറിയാം, ഫാസ്റ്റർ ഇവിടുന്ന് കുറച്ച് സഹായമൊക്കെ തന്നു വിട്ടായിരുന്നു, ഇല്ലേ? തന്നു വിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ നമ്മൾ വീടുകളിൽ പൊതി കൊണ്ട കൊടുക്കുമായിരുന്നു. ഇവൻ എൻ്റെ കൂടെ നിന്ന് പൊതി കെട്ടി പോലീസുകാർക്ക് വീടുകളിൽ പ്രായമുള്ളവർക്കൊക്കെ പൊതി കൊണ്ട കൊടുക്കുക. അത് പിന്നെ കോവിഡിലും തുടർന്നു. എൻ്റെ കൂടെ പൊതി കെട്ടിയിട്ട് കൊണ്ട കൊടുക്കാൻ തുടങ്ങി. അപ്പം ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഹോളി വന്നിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അപ്പോൾ അവനോട് ആരോ പറഞ്ഞു കിട്ടുന്നതിനൊക്കെ ദശാംശം കൊടുക്കണം. അപ്പോൾ ആരോ അവനെ പഠിപ്പിച്ചു ദശാംശം അല്ല ഓഹരി കൊടുക്കണം. അപ്പോൾ അവൻ ചോദിച്ചു എന്താ ഓഹരിയും ചോദിച്ചു. അവൻ അറിയത്തില്ലേ ഓഹരി എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ആളെണ്ണം അനുസരിച്ച്, അതായത് വീട്ടിൽ 4 പേരോ ഉണ്ടെങ്കിൽ 5 ചർച്ചയാണ്. അങ്ങനെ അവൻ കിട്ടുന്നതിനെ 5ആയിട്ട് വിഭജിച്ചു. 5-1 ചർച്ചയിൽ കൊണ്ടുവരാൻ തുടങ്ങി. അവനിപ്പം ഭാര്യയും പിള്ളേരുമായി. അപ്പോൾ അവൻ അതനുസരിച്ച് കൊണ്ടുവരാൻ തുടങ്ങി. ഇന്ന് അവൻ അറിയപ്പെടുന്ന ഒരു കേറ്ററാണ്. 27-ാമത്തെ വയസ്സിൽ സ്വന്തം സ്ഥലം മേടിച്ചു, സ്വന്തം 2 നില വീട് വെച്ചു, ദൈവം പുള്ളിയെ മാനിച്ചല്ലേ, വാഹനങ്ങളായി, കേറ്ററായി. അവൻ പറയും ചർച്ചിൽ പൊതി കൊടുത്ത് എന്നെ ദൈവം മാനിച്ചു അനുഗ്രഹിക്കപ്പെട്ടു. ഇല്ല, അവിടെ കൊണ്ട് പൊതി കൊടുക്കണം, മോനെ ഇനി വന്നേ, ഇത്ര പൊതി കൊണ്ട് അവിടെ കൊടുക്കണം. പൊതി കൊടുത്തവൻ ഇന്ന് കേറ്ററാ, ഹല്ലേലൂയ, ലൈസൻസ്ഡ് കേറ്ററാ, ഇവൻ്റ് മാനേജറാണ്. യൂട്യൂബിലൊക്കെ ഭയങ്കര വീഡിയോസാണ് അവൻ്റെ കിടക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെ അനുഗ്രഹം മനസ്സിലാകും. അതെ, അതിന് ഈ കൂട്ടും കൂട്ടായ്മയാരെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഒന്ന് എപ്പോഴും പറയാറുണ്ടേ. കൂട്ടായ്മയുടെ ഒരു മഹത്വം അറിയണമെങ്കിൽ സഭ വേണം. ഞാനൊരിക്കലും 2004 ഞാൻ പാസ്റ്റർക്ക് സമയം തരാതെ ഞാനങ്ങ് പറയുകയാണോ? ഇല്ല, പാസ്റ്റർ പറയാം. ഐ ആം വെരി എക്സൈറ്റഡ്. അല്ലല്ലോ, അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊരു ഷൂട്ടിംഗ് ആണെന്നോ ലൈവ് ആണെന്നോ ഒന്നും ഫീൽ ചെയ്യുമല്ല. 2004 ഞങ്ങളന്ന് ചർച്ച പണി. അന്നേരം ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടായി, എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, ഒത്തിരി പ്രശ്നങ്ങളാണ്. ചർച്ച പണിയാൻ തുടങ്ങിയപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വണ്ടി മറിഞ്ഞു, അയ്യോ ഞാൻ കടന്നു പോയ പ്രശ്നങ്ങളോ എൻ്റെ പൊന്നു പാസ്റ്റർ, അതൊന്നും പറഞ്ഞാൽ തീരത്തില്ല. അത് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. ആൾക്കാരെല്ലാം അങ്ങോട്ട് വന്നുകൊണ്ട് ശ്രമദാനം, ഈ എന്താ പറയുന്നത്, സേവനം. അവർ രാത്രി വന്ന് എല്ലാവരും സഹോദരന്മാർ പണിക്ക് പകൽ സാധുക്കൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഭൂരിപക്ഷം പേരും സാധാരണക്കാരാണ്. അപ്പം രാത്രിയിലൊക്കെ അവർ ജോലി കഴിഞ്ഞ് വന്നിട്ടൊരു 7 മണി തൊട്ട് 9 മണി 10 മണി വരെ ഇന്നുകൊണ്ട് ലൈറ്റ് ഇട്ട് കൊടുക്കും, ട്യൂബൊക്കെ കത്തിച്ചിട്ട് അവർ കല്ല് പറക്കും, കുഴിയെടുക്കും, മണ്ണ് വാരും. 10 മണി കഴിഞ്ഞ് അമ്മ അവർക്കെല്ലാം കപ്പ വെച്ച് കൊടുക്കും. അവർക്കുള്ള കൂലി പ്രാർത്ഥനയും കപ്പയുമാണ്. അതെ. അപ്പോൾ പിന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയ പില്ലർ കുഴിയുണ്ട്. കുഴിക്കകത്തെല്ലാം ഈ 1.5 ഇഞ്ച് മെറ്റീരിയലിട്ട് പുട്ടിങ് വാർക്കുമല്ലോ, അതിൻ്റെ ബേസ് വാർക്കുമല്ലോ. നല്ലൊരു കുഴി താഴ്ചയെന്ന് പില്ലർ കയറി വരണം. അതിൻ്റെ പില്ലർ കുഴികളെടുത്തിട്ടേക്കും, അതിനിടയ്ക്കൂടെ കല്ല് മിമ്മി മാറ്റുക. അപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ളൊരു അച്ഛനുണ്ട്. പുള്ളിക്കാരനും രാത്രി, പുള്ളിക്ക് പകൽ ടാപ്പിംഗ് ഉണ്ട്, എരുമ വളത്തുണ്ട്. എല്ലാവരും കൂടെ കൂടി പുള്ളി ഭയങ്കര ആരോഗ്യമാണ്. ഞാനും കൊണ്ട് പിടിക്കുക. നമ്മളന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അത് 10 നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് കൈയെല്ലാം പൊട്ടി സിമെൻറ്റ് വീണി. ഏതായാലും ചർച്ച പണി നടക്കുക, എല്ലാവരും ചർച്ച പണിയാണ്. അപ്പോൾ കല്ല് പറക്കി വലിയൊരു കല്ലെടുത്ത് ഈ മനുഷ്യൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. നടന്നു പോയി പാട്ടും പാടി, ഭയങ്കര ആരോഗ്യമാണ്. നേരെ കുഴിക്കകത്തോട്ട് പോയി ഈ കല്ലും വെച്ചോണ്ട്. അത്ഭുതം, ഈ കല്ല് ചുമ്മി വീണ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ആ പാട്ട് പാടി തുടർന്നു, ഒന്നും പറ്റിയിട്ട്. ഇത്രയും പേര് പിടിച്ചു വെച്ച കാലം. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. ഇനി മറ്റൊരു ഓർമ്മ, ഈ ചർച്ച കൂട്ടും കൂട്ടായ്മ കീപ്പനാലെ സോമൻചാനും ആനിച്ചേച്ചെന്ന് പറഞ്ഞവർ, അവർ റാന്നിയിലെ ഒരു വലിയൊരു കുടുംബത്തിനും പുള്ളിക്കാരൻ നല്ല കാശുമാണ്. 2 ആമ്പിള്ളായിരുന്നു, ജോട്ടിയും ചെന്നും. ഒരു വെളുത്ത തുടുത്ത പിള്ളേരാണ്.
ഭയങ്കര നല്ല ചുമന്നിരിക്കുന്ന പിള്ളേരാണ്. പക്ഷേ അവർ കുഞ്ഞാ, 10ലും 8ലും ഒക്കെ പഠിക്കും. പക്ഷേ ഇച്ചിരി നല്ല ആരോഗ്യമുള്ള പിള്ളേർ. അവിടെ അമ്മ ഈ പിള്ളേരെ രാവിലെ ചർച്ചിൻ്റെ അന്ന് പണി നടക്കുക, കൊട്ടയും മണ്ണുമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് അവർ മമ്മട്ടിയും കൊട്ടയും കൊടുത്തിട്ട് ചർച്ചിൽ വിടും. പോയി ചുമ്മാൻ പറയും, ചുമ്മിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വിളിച്ച് പറയും ഇടയ്ക്ക് കയറ്റി വിടരുത്. ഈ പിള്ളേരിങ്ങനെ വേർത്തൊലിച്ചായി, ഷർട്ടൊന്നും വിടാമെന്ന്, ചുമന്ന പിള്ളേരല്ലേ. അതെ, ഈ വെയിലൂടെ കൊണ്ട് വേർത്ത് കുളിച്ച് മണ്ണ് ചുമ്മും. അപ്പോൾ മണ്ണ് ചുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ ഈ പിള്ളേരെ കണ്ടിട്ട്, പിള്ളേരെ അങ്ങനെ പണി ചെയ്ത് ശീലമുള്ള പിള്ളേരല്ല, കൊച്ചു പിള്ളേർ. അപ്പോൾ അമ്മ പെട്ടെന്ന് കൊണ്ട് ഈ പിള്ളേർക്ക് വെള്ളമൊക്കെ കൊടുക്കും. ഇവന്മാരിങ്ങനെ ചുമന്ന് വേർത്ത് കുളിച്ച് ചുമ്മുക. ഇവന്മാർ രണ്ടിനെയും നോക്കിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ കാണത്തില്ല, പക്ഷേ ഇവൻ്റെ കല്യാണത്തിന് സാക്ഷ്യം പറയണം, ചർച്ചിന് മണ്ണ് ചുമന്ന പിള്ളേരാണ്. ആ പിള്ളേർ മണ്ണ് ചുമന്നു. എൻ്റെ സന്തോഷം. ഞാൻ കാണ്ടാ ചെന്നപ്പോൾ അവൻ്റെ 10 ഏക്കർ 10 ഏക്കറാണോന്ന് എനിക്കറിയത്തില്ല, ഒരു കായലിൻ്റെ ലേക്ക് മുഴുവൻ മേടിച്ച് ഒരു പഴയ വലിയൊരു അവിടുത്തെ ഈ ആൻസെസ്ട്രൽ ഒരു വീടിനകത്ത് അവൻ താമസിക്കുമ്പോൾ ഞാനും അവിടെ പോയി താമസിച്ചു. ഞാൻ അഭിമാനത്തോടെ സാക്ഷ്യം പറഞ്ഞു, മണ്ണ് ചുമ്മിയ പിള്ളേരാ, ചർച്ചിന് വേണ്ടി മണ്ണ് ചുമ്മിയ പിള്ളേർ. ആർക്കും ദോഷമൊന്നും വന്നിട്ടില്ല, ഒരൊന്നിനും ദോഷം വന്നിട്ടില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പം ഈ കൂട്ടായ്മയുടെ ഒരു കാര്യം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ, ഞാൻ 2004 പറഞ്ഞ ഈ സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അപ്പായിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒത്തിരി പേര് എറണാകുളത്തു നിന്നൊക്കെ അറിഞ്ഞു കേട്ട. അന്ന് എന്നെ അങ്ങനെ ആർക്കും ഞാനങ്ങനെ പപ്പയുടെ ലേബലിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് കാണാൻ പോയി. അപ്പോൾ ഞാൻ ഒരു ദിവസം പപ്പയുടെ മുറിയുടെ പുറത്തേക്ക് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് റൂമിൽ നല്ല ഒരു ആഠ്യത്വമുള്ളൊരു അമ്മച്ചി നല്ല സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത്, നല്ല കുറിയൊക്കെ തൊട്ട്, കണ്ടാൽ അറിയാം നല്ല സെറ്റപ്പ് ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മ വർത്താനമൊക്കെ പറഞ്ഞു, കുഞ്ഞിൻ്റെ വീട് എവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ റാന്നിക്കാരാണ്. റാന്നി അങ്ങ് അവിടെ അല്ലേ? ആണോ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി പേരുണ്ടോ? ഞാൻ പറഞ്ഞില്ല അമ്മച്ചി. പിന്നെ ഇവിടെ ആരാ? തോളാണ് ഇവിടെ വരുന്നത്, നിങ്ങൾ ആരാ? അപ്പം നമ്മളെ കാണാൻ ഇങ്ങനെ ആൾക്കാർ വരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പെന്തക്കോസ്തുകാരാണ്, ഇത് ഞങ്ങളുടെ കൂട്ടായ്മക്കാരാണ്. അതുകൊണ്ട് ഈ അമ്മ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ മുൻ മുഖ്യമന്ത്രി, ഞാൻ പ്രശസ്തനായ മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം അനന്തരവളാണ് ഞാൻ. ആ മുഖ്യമന്ത്രിയുടെ സ്വന്തം അനന്തരവളാണ്. എൻ്റെ മോനെ 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കുക, ഒറ്റ ഒന്നും കാണാൻ വന്നില്ല. എന്നിട്ട് എടുത്ത വയൽ അമ്മ പറഞ്ഞു, നിൻ്റെ വർഗമൊക്കെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ വർഗം കൊള്ളാവുന്ന വർഗമാണ്, കാരണം ഈ വർഗത്തിന് കൂട്ടായ്മയുള്ള വർഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ സഭ എന്ന് പറയുന്നത് കൂട്ടമല്ല, കൂട്ടായ്മയാണ്. ഒരൊറ്റയാളും സഭായോഗം തുടങ്ങിക്കഴിഞ്ഞ് വരല്ലേ, നേരത്തെ വരണം. എന്തിനാ? എല്ലാവരും കാണാനാ. അതെ. 2 സഭായോഗം കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോകരുത്. എന്തിനാ? കാണാനാ. കൂട്ടായ്മ. ഉത്തരം പറയണം. തീർച്ചയായും. അതല്ലേ സന്തോഷം? തീർച്ചയായും. കൂട്ടായ്മയുടെ സന്തോഷം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റ് UPF മീറ്റിങ്ങിന് വേണ്ടി കുവൈറ്റിൽ പോയായിരുന്നു. സാധാരണ അവിടെ കൃത്യസമയത്തൊക്കെ നിർത്തുന്ന, പക്ഷേ എന്തോ അവരെന്നോട് വഴക്ക് പറഞ്ഞില്ല, ഇച്ചിരിയൊക്കെ സമയം പോയി. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ സന്തോഷം പക്ഷേ മീറ്റിങ്ങും യോഗവും തീരുമാനങ്ങളും ഒന്നും അല്ല, അതൊക്കെ അവിടെ ഉണ്ട്, നല്ല സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം യോഗം കഴിഞ്ഞിട്ട് ആരും പോയില്ല. ഇങ്ങനെ ആ സ്നേഹം 11 മണി 12 മണി വരെ ക്യാമ്പസിൽ നിന്ന് അവസാനം ബലമായിട്ട് ആൾക്കാരെ വിടുവായിരുന്നു. ശരിക്കും ഒരു സഭയുടെ ചിത്രം അതല്ലേ? അതാണ് സഭ, അതായിരിക്കണം സഭ. അതെ, തീർച്ചയായിട്ടും അതാണ് സഭ. ആ ഒരു റിലേഷൻഷിപ്പാണ് ചർച്ച് എന്ന് പറയുന്ന ബന്ധമാണ്, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. അതെ. ശിരസും അവയവങ്ങളും തമ്മിലുള്ള ബന്ധം. അതെ. അവിടെ നീ എനിക്ക് കോംപ്ലിമെൻ്റാണ്. പക്ഷേ ഇത് എൻ്റെ ചർച്ചാണ്, ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന ഇടമാണ്. ഇതെൻ്റെ പാസ്റ്ററിൻ്റെ കൂടെ നിന്ന പലരും സഭയ്ക്ക് വേണ്ടി മണ്ണ് ചുവന്നവരും കഷ്ടപ്പെട്ടവരും അധ്വാനിച്ചവരും ഒക്കെ കർത്താവരെ മറന്നു കളയാതെ ഓണർ ചെയ്ത ഒത്തിരി ചരിത്രങ്ങൾ പാസ്റ്റർ പറഞ്ഞു. ഇതുപോലെ എനിക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്ന് പ്രിൻസ് അച്ചാനാണ് ഞങ്ങളുടെ ഗസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിലോട്ട് പോകാതെ. ഒത്തിരി എൻ്റെ കൂട്ടത്തിൽ നിന്ന പല ചെറുപ്പക്കാരും ഇങ്ങനെ വേണേൽ പറയാൻ പാസ്റ്റേ, ആരും തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല, എല്ലാവരെയും കർത്താവ് മാനിച്ചു. ഒത്തിരി പേര് ഞങ്ങളുടെ
സഭയുടെ കാര്യങ്ങൾക്കാണെങ്കിലും എൻ്റെ കൂട്ടായ്മയിൽ. ഇനി ഇത് തകർന്നു പോകാൻ അനുവദിക്കുന്നില്ലെന്ന് തന്നെ പറയുമ്പോൾ തന്നെ ഇതിന് മറ്റൊരു സൈഡുകളുണ്ട്. പറഞ്ഞാട്ടെ പാസ്റ്റർ. സഭയ്ക്ക് ദോഷം ചെയ്ത പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ സഭ ക്രിസ്തുവിൻ്റെ ശരീരം. ഞാൻ അതിനൊരു ഉദാഹരണം പറയും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് അത്. ഈ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിൻ്റെ ഒരു ഉണ്ട്. അത് പിന്നെ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന എന്നതിനാന്ന് ചോദിച്ചാൽ ഇത് യൂസ് ആൻഡ് ത്രോ അല്ല. അതെ, ദൈവം ഒരു ദൂത് തന്നാൽ വീണ്ടും ആവർത്തിക്കും. ഇപ്പം നമ്മുടെ ഒരു വലിയ സ്ട്രഗിളാണ്. പ്രഭാഷകരെന്ന നിലയിൽ യൂട്യൂബിലൊരു പ്രസംഗം വരുന്നു, അത് ഒത്തിരി പേര് കേൾക്കുന്നു. വീണ്ടും ആ പ്രസംഗിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എനിക്കും. പക്ഷേ എന്നോടൊരിക്കൽ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ പറഞ്ഞു, മോനെ, സന്ദേശങ്ങൾ യൂസ് ആൻഡ് ത്രോ അല്ല. പുതിയ സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പക്ഷേ ദൈവം ഒരു ദൂത് തന്നാൽ അതൊരു ആയുസിലേക്ക് ദൈവം ഒരാളെ ഏൽപ്പിക്കുന്നു. വളരെ ഒത്തിരാക്കുമ്പോൾ ഞാൻ എന്തോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആയിക്കോട്ടെ, അതിൻ്റെ അർത്ഥം പുതിയ ദൂതുകൾ വേണ്ടെന്നല്ല, പക്ഷേ യുണീക്കായിട്ട് ദൈവം കൊടുക്കുന്ന ഓരോ ദൂതുകളുണ്ട്. ഞാൻ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റേറ്റ്സിൽ വെച്ച്, അമേരിക്കയിൽ വെച്ച് എൻ്റെ ഒരു ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്, പക്ഷേ ജയമോൻ ജേക്കബ്, മയാമിയിലാണ്. അപ്പോൾ അച്ചാച്ചന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം രക്ഷിക്കപ്പെടുന്ന അച്ഛൻ 7-ാം വയസ്സിൽ പ്രവചനാത്മാവിനാൽ നിറഞ്ഞ് പപ്പായുടെ ദൂത് പറഞ്ഞാണ് പപ്പ രക്ഷിക്കപ്പെടുന്നത്. ജയമോൻ ജേക്കബ് ഇന്ന് മയാമി, ഫ്ലോറിഡയിലെ സയോൺ പെൻറ്റക്കോസ്റ്റൽ അസംബ്ലിയിലെ അവർ 2 പേരാണ്. പിന്നെ പാസ്റ്റർ സാം പണിക്കറും പാസ്റ്റർ ജയമോൻ ജേക്കബ്. അവർ 2 പേരും കൂടാണ് ആ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റേഴ്സ്. അവർ സ്ഥാപിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സഭയോട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പോൾ ജയമോൻ ചാച്ചൻ്റെ അടുത്ത് പോയി, അത് വലിയൊരു കാര്യം, പിള്ളേരുടെ ഉപയോഗിക്കുന്ന കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇദ്ദേഹം അന്ന് 7ാം ക്ലാസ്സിൽ പിന്നെ ഞങ്ങളുടെ അമ്മച്ചിക്ക് സൗഖ്യമുണ്ടായി. വീട്ടിൽ യോഗം നടക്കുമ്പോൾ എൻ്റെ അപ്പ വഴക്കുണ്ടാക്കാൻ വേണ്ടി കയറി വന്നു. കാരണം ഒന്ന് പള്ളി വിടുന്നു, പെന്തക്കോസാകുന്നു, സൗഖ്യം കിട്ടി സന്തോഷമാണെങ്കിലും പെന്തക്കോസിൽ പോന്നു. പപ്പ ഇങ്ങോട്ട് വന്ന് കയറിയപ്പം കൈ ഇഷ്ടം റമ്മ കുപ്പികളുണ്ട്. മിലിറ്ററിക്കാരനല്ലേ, നല്ലപോലെ മദ്യം. ആ ഒരു കാലം ചാർമിനാർ സിഗരറ്റുണ്ട്. പപ്പായോട് പറഞ്ഞിട്ടുള്ളത് ബെൽറ്റ് വാളുണ്ട്. പപ്പായ്ക്കൊക്കെ അവർ അത്യാവശ്യം കായികാഭ്യാസങ്ങളായിരുന്നു. അപ്പോൾ എവിടെ പോയാലും കൈ ബെൽറ്റ് വാൾ കാണും, പിച്ചാത്തികൾ കാണും, ആയുധങ്ങളൊക്കെ കയ്യിൽ അവരൊക്കെ അതിന് ഉണ്ടല്ലോ, പഴയ മനുഷ്യരാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യും, ഏതായാലും നിൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയില്ലേ, ഇവിടെ എന്തോ സംഭവിക്കുന്നു. അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്ന സത്യത്തിൽ എനിക്കും മനസ്സിലാകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഉച്ചവരെ ഇവിടെ ഇരിക്കുമ്പോൾ നന്നായിട്ടിരിക്കണം. വല്ലതും നിനക്ക് തോന്നിയാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അങ്ങ് നിൽക്കട്ടെ. അല്ല, ഇപ്പം എന്ത് ചെയ്യുന്നത്, ഏതായാലും നീ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മയ്ക്കൊരു സൗഖ്യം കിട്ടിയില്ലേ. അപ്പോൾ ഈ പപ്പ അതങ്ങ് ഏറ്റു. അമ്മയുടെ ജീവനായിരുന്നുകൊണ്ട് പപ്പ എന്ത് ചെയ്തു, ഞങ്ങളുടെ വീടിൻ്റെ പുറകെ ഒരു പൊട്ടക്കിണറുണ്ട്, അവിടെ കൊണ്ട് ഈ കുപ്പിയെല്ലാം അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. ചാർമിനാരെല്ലാം എടുത്ത് കളഞ്ഞു. പിച്ചാത്തിയും ബെൽറ്റ് വാളും വരെ ഊരി മാറ്റി എല്ലാം എടുത്ത് കളഞ്ഞു. അത് ദൈവപ്രവൃത്തിയാണ്. ഇരിക്കുന്നുമുണ്ടല്ലോ, ഈ അച്ചാച്ചൻ ദൂത് പറയാണ് പപ്പായുടെ പറ്റിയുള്ള ഭാവി പദ്ധതികളെല്ലാം പരസ്യമായിട്ട് പറഞ്ഞു. ലോകത്തൊരു മനുഷ്യറിയാത്ത വൃത്തികേടുകളെല്ലാം ചെവി പറഞ്ഞു. അപ്പോൾ 7 വയസ്സുള്ള പയ്യനാണ് പ്രവചിക്കുമ്പോൾ പപ്പായെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഡിസൈൻമെൻറ്റാണ്. പരസ്യമായി പറയേണ്ടത് മാത്രം. പ്രവചിക്കുന്ന പയ്യൻ 7 വയസ്സേ ഉള്ളൂ. അന്ന് ഈ അച്ചാച്ചൻ 7 വയസ്സേ ഉള്ളൂ. ഇന്ന് പുള്ളിക്ക് 60 വയസ്സായി, 67 വയസ്സായി, അത്ര 70 പൈസ ഉണ്ടായി. ആ ഡിസൈൻമെൻറ്റാണ് പപ്പായെ ട്രാൻസ്ഫോം ചെയ്തത്. അപ്പോൾ ഈ അച്ചാച്ചൻ അവിടെ ചെന്നപ്പോൾ അച്ചാച്ചൻ ഒരു കഥ പറഞ്ഞു. ഞങ്ങളുടെ ചേച്ചിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അവിടുത്തുകാരൻ, അമേരിക്കക്കാരൻ. അപ്പോൾ അവൻ്റെ ദേഹം മുഴുവൻ ടാറ്റു അടിച്ചേക്കുക. 12 ടാറ്റു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാറ്റു അവൻ അലർജിക്കായി. വളരെ റെയറായിട്ടൊക്കെ സംഭവിക്കാം. അലർജിക്കായപ്പോൾ ഇവന് ഭയങ്കര ഇച്ചിങ്ങാണ്, ചൊറിച്ചിലാണ്, മൊത്തം ചൊറിയുക. അപ്പോൾ ഇവനെന്തോ ചെയ്തു, കൊണ്ട് ഡോക്ടറെ കാണിച്ചും പറഞ്ഞ് ലേസർ തെറാപ്പി ചെയ്ത് ഈ ഇച്ചിങ്ങി മാറ്റാമെന്ന് പറഞ്ഞു. ലേസർ തെറാപ്പി ചെയ്ത് ഇച്ചിങ്ങി മാറ്റാൻ വേണ്ടി ചെന്നപ്പം അതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അമേരിക്കയിലും അറിയാമല്ലോ, എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസ് വേണമല്ലോ. അപ്പോൾ ഇദ്ദേഹം തൻ്റെ ഇൻഷുറൻസ് കമ്പനി കൊണ്ടുവന്ന് ഇത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇൻഷുറൻസുകാർ പറഞ്ഞു, ടാറ്റുവിന് ഇൻഷുറൻസ് തരത്തില്ലെന്ന് പറഞ്ഞു. ടാറ്റു ഈസ് നോട്ട് എ മെഡിക്കൽ റീസൺ. അറ്റാക്കിന് തരാം, ക്യാൻസറിന് തരാം, ആക്സിഡൻറ്റിന് തരാം, പക്ഷേ ടാറ്റുവിന് തരാം. ഇവരെന്ത് ചെയ്തു, സ്യൂ ചെയ്തു, കേസ് കൊടുത്തു ഇൻഷുറൻസ് കമ്പനിക്കെതിരെ. പക്ഷേ കേസ് വിധിച്ചത് ഇൻഷുറൻസിന് കമ്പനിക്ക് അനുകൂലമായിട്ടാണ്. ഈ കേസിൽ ഇവന് ഇൻഷുറൻസ് കമ്പനി ടാറ്റുവിന് മാറ്റാൻ ഇൻഷുറൻസ് കൊടുക്കണ്ടെന്ന് കേസ് വിധി. കാരണം ഇത് മനഃപൂർവ്വം കൊണ്ട് അടിച്ചല്ലേ. ഒടുവിൽ എന്തോ സംഭവിച്ചു, ചൊറിച്ചിൽ നിൽക്കത്തില്ലല്ലോ, ഇവൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 2 ടാറ്റു ലേസർ തെറാപ്പി ചെയ്ത് റിമൂവ് ചെയ്തു. മൊത്തം മാറ്റാനുള്ള കാശില്ല, 2 എണ്ണം മാറ്റി. കൂടുതൽ ചൊറിച്ചിലുണ്ടായിരുന്നു. നൗ ഹീ ഈസ് നോൺ ഇൻ ദറ്റ് കമ്പനി ഇച്ചിങ് -2. ഈസ് നോൺ ആസ് ഇച്ചിങ് -. ടോട്ടൽ ഇച്ചിങ് 12. 12ൽ നിന്ന് എത്ര മാറ്റി?
രണ്ട് മാറ്റി ഇച്ചിങ് മൈനസ്. പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോടൊരു ദൂത് പറയുകയാണ്. ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലങ്ങ് കത്തിക്കയറി. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, അതിനെന്തോ അടിക്കരുത്. ടാറ്റു അടിച്ചാൽ ചൊറിയും തന്നെയല്ല, ഇൻഷുറൻസ് ഇല്ല. ടാറ്റു അടിക്കുന്നവന് എന്തോ ഇല്ല, ഇൻഷുറൻസ് ഇല്ല. പക്ഷെ സഭയോട് ചേർന്ന് നിൽക്കുന്നവന് ഒന്നല്ല, തലമുറയായി ഇൻഷുറൻസ് കിട്ടും. തെളിവാ. ആ ഇൻഷുറൻസ് കവറേജ് ഒരു തലമുറയ്ക്ക് മാത്രമുള്ളതല്ല, 1000 തലമുറ, 1000 ജനറേഷൻ. അപ്പം അതാണ് അനുഗ്രഹം. ഞാൻ ന്യൂന്ത്യ ദേവസഭയിലെ ശുശ്രൂഷയാണ്. ഇപ്പം എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ആയതുകൊണ്ടല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അത് ഞങ്ങളുടെ പ്രസിഡന്റ് പറയും, പക്ഷേ ടി എം കുർളയാണെന്നും പറയും, ബിജു തമ്പിയാണെന്നും പറയും, തമ്പിച്ചാനും പറയാറ്. കാര്യം അവന് എന്നും രാവിലെയും വൈകിട്ടും വന്നില്ലെങ്കിലും എൻ്റെ പ്രസ്ഥാനത്തിനൊരാവശ്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം അവിടെ ചെല്ലുന്നത് ഞാനായിരിക്കും. അത് വേറെ കാര്യം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുകയല്ലേ. ഞാൻ പറഞ്ഞത്, ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിനൊരാവശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം ഞാൻ കാണും. ഉടനെ ഞാൻ മാറി നിൽക്കൊന്നില്ല. ചിലപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാറ്റിനും പോകാൻ നോത്തില്ലെങ്കിലും ഞാൻ അനുവാദം മേടിക്കും. പ്രിൻസ് പാസ്റ്റർ, അപ്പം നമ്മളെ കാണുന്ന മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളെ ഇന്ന് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ ഒരു ഭയങ്കര കരച്ചിൽ വരികയാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ആകുകയാണ്. ഞങ്ങൾ സഭയുമായിട്ട്, സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും, ആത്മാർത്ഥമായി നിൽക്കുന്ന സകല മനുഷ്യർക്കും മേളിൽ നിന്നൊരു ഇൻഷുറൻസ് ഉണ്ട്. മേളിൽ നിന്നൊരു ഇൻഷുറൻസ് ഉണ്ട്. അതൊരു ജനറേഷനല്ല. നമ്മൾ ഈ തലമുറയായി നീ എൻ്റെ ദൈവമേ എന്നൊക്കെ പാടുന്നു. ഞാൻ പാസ്റ്റർജി, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അടുത്ത് നിന്നപ്പോഴേ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചോറ് കൊണ്ടു തന്നു. പുള്ളി ഫുഡൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടു തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഹോട്ടലിൻ്റെ പേര് പോയി, കൊച്ചിൻ മാരിയറ്റാന്ന് തോന്നുന്നു. ചിലപ്പോൾ പേര് പറഞ്ഞ് ശരിക്കും ഓർക്കുന്നില്ല. ഏതായാലും കൊച്ചിയിലാണ്. പക്ഷേ ഞാൻ അവിടുത്തെ സീനിയർ ഷെഫായിരുന്നു. ഞാൻ മമ്മൂട്ടിക്ക് സിനിമാ നടൻ മമ്മൂട്ടിക്ക്, മോഹൻലാലിന്, വലിയ ഇവർക്ക് ഇന്നാർക്കൊക്കെ വിളമ്പി. അപ്പോൾ വലിയ ഷെഫായതുകൊണ്ട് അവസാനം പുള്ളി തന്നെയാണ് മെനു എടുത്ത് അത് ഉണ്ടാക്കി ഒക്കെ. നേരത്തെ ഓർഡർ ഉണ്ടല്ലോ അവിടെ വലിയത്. അപ്പം ഞാൻ മമ്മൂട്ടിക്ക് ഇന്നാർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടു. പക്ഷെ അതൊന്നും അല്ലാത്തൊരു സന്തോഷമാണ് ഞാൻ ഈ പാസ്റ്റർക്ക് വിളമ്പി തരുന്നത്. ഇതെല്ലാം ഞാൻ കൈകൊണ്ട് വെച്ചാണ്. എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, എനിക്കൊരു സമയം തരണം, വിളമ്പി തരണം. അപ്പം വേറൊരു പയ്യനുണ്ടോയെന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാനിന്ന് അവധി എടുത്തേക്കാണ്, പാസ്റ്ററേയും കൊണ്ട് പോകുന്നതും വരുന്നതും ഞാനാണ്. ഞാനിതെല്ലാം മേടിച്ച് പറഞ്ഞു. ഞാൻ എക്സൈറ്റഡ് അല്ല ഇതിനകത്ത്. എന്നാ കാര്യം എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ മോൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഞാൻ എത്രയോ ദേവദാസന്മാർക്ക് വിളമ്പി കൊടുത്തു. എൻ്റെ അമ്മ എത്ര പേർക്ക് വിളമ്പി കൊടുത്തു. എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത എനിക്ക് തോന്നുന്നു കേരളക്കരയിൽ ഒരു ദൈവദാസനും കാണത്തില്ല. എത്രയോ ദേവദാസന്മാർക്ക് ഞാൻ കിടക്ക വിരിച്ചു. അതിൽ ഞാനും ഉണ്ട് പാസ്റ്റർ. ഞാനും അവിടെ വന്ന് ആ കൂട്ടായ്മയുടെ കിടക്ക വിരിച്ചിട്ട് ഞങ്ങൾ നിലത്ത് കിടന്നു. അവനാർക്കും കിടക്കാനെന്നൊക്കെ പറഞ്ഞാൽ അവനാർക്കും കിടക്കാനല്ല. അതുകൊണ്ട് എല്ലാവരും ദൈവസഭയോട് ചേർന്നിരിക്കണം. ദൈവസഭയുടെ കുറ്റങ്ങൾ വീട്ടിൽ വിളമ്പരുത്, അവിടെ റീഫ്രൈ ചെയ്യരുത്, ടാറ്റു അടിക്കരുത്. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്, വീട്ടിലല്ലേ. വീട്ടിലെ കുറ്റം ഞാൻ നാട്ടുകാരോട് പറയാം, എൻ്റെ അമ്മയുടെ കുറ്റം ഞാൻ പുറത്ത് പറയാം. ആ തമാശക്കൊക്കെ പറയാം, എൻ്റെ അമ്മ വലിയ പുള്ളിയായിരുന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയല്ലേ, എൻ്റെ അപ്പനല്ലേ, എൻ്റെ സഭയല്ലേ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മുറിവുണ്ടാകുന്നത് എവിടുന്നാണ്? നമ്മളൊരു വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ള വീടാണ്, നാട്ടുകാരാണ്, വീട്ടിലാണ് കരയത്. പക്ഷെ അതുകൊണ്ട് വീട്ടുകാരുടെ കുറ്റം പറയാം. എനിക്ക് ഞാൻ അഭിമാനത്തോടെ പറയും, ഇവിടെ ഇരുന്നുകൊണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിഷേധിക്കണം. ഞാൻ ഒരു വേദിയിൽ പോലും തമ്പിച്ചാൻ്റെ കുറ്റം പറഞ്ഞിട്ടില്ല.
മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമല്ലേ. ഒന്നിച്ച് പോകുമ്പോൾ പലപ്പോഴും മുറിവുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇന്ന് വരെ നാളിതുവരെ തമ്പിയപ്പച്ചൻ്റെ എനിക്ക് തമ്പിയപ്പച്ചൻ വലിയൊരു മനുഷ്യനല്ലേ, ശക്തനായ അപ്പോസ്തലൻ. ആ, എൻ്റെ സഭയ്ക്ക് ഒരു മുറിവുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്യരുത്. മുറിവ് കെട്ടാനേ നമുക്ക് കേട്ടോ. ആമേൻ. ഇനി മാറുന്ന കാര്യം, ധാരാളം പേര് ഇഷ്ടം പോലെ ഓഫർ തന്നിട്ടുണ്ട്. വലിയ ഇന്ന സഭയുടെ ജനറൽ പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ വിദേശ വരുമാനം, എല്ലാ മാസം ഇത്ര രൂപ സപ്പോർട്ട് തരാനുള്ള, അങ്ങനെ തരാനെന്നുള്ള കഴിവൊന്നും ഞങ്ങൾ നിന്ന പ്രസ്ഥാനത്തിന് അങ്ങനെ അവർ നല്ല അവർ പേഴ്സണലി പോയി കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് ഇതെല്ലാം ഓടിക്കുന്നത്. അതെ. പാസ്റ്റർ ആണെങ്കിലും പാസ്റ്റർ വി എ തമ്പി ആണെങ്കിലും അവർ തന്നെ ഓടിക്കൊണ്ട്, എനിക്കത് മനസ്സിലാവും പറഞ്ഞു. കാരണം ഞാൻ ഓടിയാണ് ഓരോ കാര്യങ്ങളും. പക്ഷെ എൻ്റെ അപ്പം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, ഉപദേശ വ്യത്യാസം അതുപോലെ പ്രബലപ്പെടുന്ന ഒരു കാര്യത്തിലല്ലാതെ, ഒന്നുകൂടെ പറയാം, അടിസ്ഥാനപരമായ വേദോപദേശങ്ങളെന്ന് മാറിപ്പോയെന്ന് ഉത്തമ ബോധ്യം വരാത്തിടത്തോളം കാലം വ്യക്തിപരമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ദൈവസഭയിൽ നിന്ന് മാറിയേക്കരുത്. ഇതൊരു കമ്മിറ്റ്മെൻ്റാണ് മരണം വരെ. ഒരു ഉടമ്പടിയാണ് ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ അടിസ്ഥാന വേദോപദേശം. ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകും, കാഴ്ചപ്പാട്. ചിലപ്പോൾ ഞാൻ ഇന്നലെ പാൻ്റായിരുന്നു എന്ന് മുണ്ടാക്കി, ഇന്നലെ ഞാൻ ഹാഫ് കൈ ആയിരുന്നു ഇന്ന് ഞാൻ കൈയിട്ടു, നാളെ ചിലപ്പോൾ ഞാൻ ജുബായാക്കിയെന്ന് വരും. ഇതൊന്നും അല്ല വിഷയം. അടിസ്ഥാനപരമായ വേദോപദേശങ്ങളിൽ നിന്ന് മാറാത്തിടത്തോളം കാലം നോ ഇന്ത്യ ദൈവസഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അവസാന വ്യക്തി നീ ആയിരിക്കണം. അപ്പം തന്ന ഉപദേശം അവസാനത്തെ വ്യക്തി നീ ആയിരിക്കണം. ഇത് ഓരോ വ്യക്തികളും ഏറ്റെടുത്തിരുന്നെങ്കിൽ സഭയുടെ ചിത്രം എന്തോ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നൊന്നും പറയത്തില്ല, പക്ഷെ പോത്തില്ല. അതൊരു മരണം വരെയുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഒരു കർത്താവിൻ്റെ അഭിഷിക്തനോട് ഒരു കൂട്ടം ആളുകൾ ആ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ചോദിച്ചു, ആ വ്യക്തിയുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് വന്നാൽ നമുക്കൊരു വലിയ ചർച്ച ഉണ്ടാക്കാം. അപ്പം അദ്ദേഹം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ ആ വ്യക്തിയുടെ കൂടെ നിർത്തിയത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ അവിടെ കൊണ്ട് നട്ടത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ അവിടെ ഇത്രത്തോളം വളർത്തിയത്. ആ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഞാൻ അവിടുന്ന് മാറാം. പക്ഷെ ഒരിക്കലും ആ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയില്ല. ഇതിന് പരിശുദ്ധാത്മാവ് കൂടെ പൊക്കോളം നിൽക്കണം, ഇപ്പം പോകണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലുമില്ല. ഈ ചില ആളുകൾ ഇങ്ങനെ പറയേണ്ട ആത്മാവ് പറഞ്ഞു. അതെ, എനിക്കതിനോട് ഞാനതിനായിട്ട് ഈ ആത്മാവ് പറഞ്ഞെന്ന് പറയുമ്പോഴും ദേവദാസനെ ഞങ്ങളുടെ റാന്നിയിലൊരു ഞാൻ ഇതൊന്ന് തീർച്ചയായിട്ടും ഒറ്റൊരു കാര്യം പറയണേ, ഇപ്പോഴേ ഇത് പറയാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു കാര്യത്തിൽ ദൈവം തിരുത്തി. ചില ആളുകൾ സഭയെ വഴക്കുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കി, സഭയെ കീറി മുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വിഷയങ്ങളുണ്ടാക്കിയിട്ട് വന്നിട്ട് പറയും, പാസ്റ്റർ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിടണം, എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു വിടണം. എൻ്റെ ചോദ്യം ഇതാണ്, എങ്ങനെ നമുക്കവരെ പ്രാർത്ഥിച്ച് വിടാൻ പറ്റും? ഒരു ഭർത്താവും ഭാര്യയും കൂടെ ഒന്നായി ജീവിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിച്ച് അകറ്റാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് രണ്ടാക്കാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് വിടാൻ പറ്റുമോ? ഇതിനകത്ത് ഇവരെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് വിടുന്നേ? അതിനകത്ത് എന്ത് ലോജിക്കാ പാസ്റ്ററുള്ളേ? എൻ്റെ ഞങ്ങളുടെ ഒരു റാന്നിക്കാരുടെ എല്ലാം ഒരു പാസ്റ്ററാണ്. ഞാൻ പുള്ളിക്കുട്ടി മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒരു പക്ഷേ പാസ്റ്റർ ടിനി ജോർജിനെ അറിയാമായിരിക്കണം, പറഞ്ഞാൽ അറിയാം. പാസ്റ്റർ റോയ് വാലയിൽ എന്ന് പറയും, വാല റോയ് പാസ്റ്റർ. ഈ മാൻ ഓഫ് സിംപ്ലിസിറ്റി, മാൻ ഓഫ് ആക്സെപ്റ്റൻസ്, നാട്ടുകാരുടെ പാസ്റ്ററായിട്ട് അംഗീകരിക്കുന്നത് അത് സത്യമാണ്. സത്യങ്ങൾ എന്നത് സത്യമല്ലേ? അപ്പോൾ റോയിച്ചാൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് ഒരാളങ്ങ് വിശ്വാസി പറയുകയാണെങ്കിൽ നീ ദൈവത്തെ ഓർത്ത് അവരോടൊരു കാര്യവും വേണ്ടരുത്. കാരണം ഈ കർത്താവ് നേരിട്ട് പറയുന്നവരോട് നമ്മൾ പറഞ്ഞാൽ കേൾക്കും. ഇത് ആത്മാവ് 3 കാര്യങ്ങളുണ്ട്: ദൈവാത്മാവ്, മനുഷ്യാത്മാവ്, ദുരാത്മാവാണെങ്കിലും ദൈവാത്മാവാണെങ്കിലും പ്രവർത്തിക്കുന്ന എവിടാ? മനുഷ്യാത്മാവല്ല. ഈ മനുഷ്യാത്മാവിന് ശക്തിയുണ്ട്. അതെ, നമുക്കൊരാൾ ഇഷ്ടക്കേട് വന്നാൽ മനുഷ്യാത്മാവ് പലതും സംസാരിക്കും. ഇതും ദൈവാത്മാവും കൂടെ കൂട്ടിക്കുഴയ്ക്കപ്പെടരുത്. അതെ, മാനുഷിക ശബ്ദത്തെ ദൈവത്തിന്റെ ഹിതമാക്കരുത്. ദൈവാത്മാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്
എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഞാൻ ന്യൂ ഇന്ത്യ ദൈവസഭയിൽ കർത്താവ് എന്നെ ആക്കി വെച്ചതാണ്. ഞാൻ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. എൻ്റെ ആഗ്രഹം പരമാർത്ഥമായിട്ട് പറയാം, മരിക്കുന്നതും വരെ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കണം. ഞാൻ എവിടെ പോയാലും, ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ ടി എം കുറുളയാണ്. ഞാൻ എവിടെ പോയാലും അദ്ദേഹത്തിന് വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ, വിളിക്കാനൊത്തില്ലെങ്കിൽ മെസ്സേജ് ഇടും, പാസ്റ്റർ ഞാൻ 2 ദിവസത്തേക്കിന് ഇവിടെ ഇല്ല, നാട്ടിലില്ല. കാരണം എൻ്റെ കടപ്പാടാണ്, അതെ, എൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. തിരിച്ചു വന്നാണ് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്നെ എന്തോ ചെയ്യും? അതെ പാസ്റ്റർ, എന്നെ ഒന്നും ചെയ്യാതെ അത് എന്ന് ഞാൻ പറഞ്ഞ അഹങ്കാരമല്ലേ, ഞാൻ വിനയപ്പെട്ട് പറയുക. പക്ഷേ അത് കമ്മിറ്റ്മെൻ്റാണ്. അതെ, കമ്മിറ്റ്മെൻറ്റ്. യേശു കർത്താവ് 70 ശിഷ്യന്മാരെ അയച്ചു. അവർ ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്നിട്ട് യേശുവിനെ റിപ്പോർട്ട് ചെയ്തു അവിടെ എന്ത് സംഭവിച്ചു. അതുപോലെ ഞാൻ എൻ്റെ ചർച്ചിലെ എൽഡേഴ്സിനോട് പറയാം, ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൽഡേഴ്സിനോട് പറയും, ഞാൻ കുറച്ച് ദിവസത്തിനില്ല, മെസ്സേജ് ഇട്ടാൽ മതി. ചിലപ്പോൾ എല്ലാവരും വിളിക്കാൻ നോത്തില്ല പറയും. എയർപോർട്ടിൽ ഇരുന്നുണ്ടാകുന്നതിലും ഞാൻ വിളിച്ച് പറയും, ഞാൻ 2 ദിവസത്തേക്കിനില്ല, പ്രാർത്ഥിക്കണം. അതിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. അതെ, അതൊരു മരണം വരെയുള്ള ബന്ധമാണ്. പക്ഷേ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ ഒരു സഭായോഗത്തിലേക്ക് ഇപ്പം ഞായറാഴ്ച ദിവസം വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവം തരുന്നത് 2-3 മണിക്കൂറുണ്ട്, പകലോ ഈവനിങ് എനി ടൈം, അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിൽ ഫ്രൈഡേയിൽ. ഈ സഭായോഗത്തിന് അല്ലെങ്കിൽ ഈ ആരാധനയ്ക്ക് എത്രത്തോളം പ്രാധാന്യത ജനം കൊടുക്കണം? കാരണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് പാസ്റ്റർ അതിനകത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ പറയൂ? 1000 അനുഭവം പറയാം. എൻ്റെ അമ്മ എന്നോട്, ഞങ്ങളുടെ കുറേ പെൺപിള്ളേരെ കുഞ്ഞുങ്ങൾ, എൻ്റെ മോളെ യോഗത്തിന് വരാതെ, കൊച്ചിന് 1 വയസ്സായി. കൊച്ചിന് ഇപ്പം പ്രസവം കഴിഞ്ഞിട്ട് 1 വയസ്സായി. കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ആരാനിക്ക് വരുന്നേ? അപ്പോൾ എൻ്റെ അമ്മ അവരോട് പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീട് റാന്നി തന്നെയാണ്, അരക്കിൽ നിന്നാണ് എൻ്റെ അമ്മയുടെ വീട്ടുകാർ. റാന്നി പാലം കയറി ഇറങ്ങുന്നിടത്താണ് അവരുടെ കുടുംബം. അപ്പോൾ എൻ്റെ അമ്മ അവരോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിറവയറോട് ഇവനെ പ്രസവിക്കുന്നതിൻ്റെ അന്ന് വരെ അമ്മ വീട്ടിൽ നിന്നുണ്ട്. അപ്പം പ്രസവത്തിന് അമ്മ വീട്ടിൽ പോകുമല്ലോ, അമ്മ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ യോഗത്തിന് വരുമായിരുന്നു. 2, ഇരുകര മുട്ടി അന്ന് വെള്ളം കയറുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ തൊട്ട് ഈ മാമുക്ക് പാലം ഇങ്ങനെ എല്ലാം വെള്ളമായിരിക്കും. ഇരുകര മുട്ടി വെള്ളം കിടക്കുമ്പോൾ വള്ളത്തെ ഈ കൈക്കുഞ്ഞുമായിട്ട് കയറാൻ വള്ളക്കാരൻ പോച്ചതിനുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് വെള്ളത്തെ കയറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒഴിച്ചു വിട്ട് കയറ്റിയാന്ന് ഒഴിച്ചാൽ ഒരു സഭായവും മുടക്കിയിട്ടില്ല. എൻ്റെ അമ്മ ICU കിടക്കുമ്പോഴും ICU ഇറങ്ങി വരാൻ സമ്മതിച്ചില്ല. മുറി കിടക്കുമ്പോൾ ഡോക്ടർമാരുടെ കയ്യെ കാലെ പിടിക്കും. അമ്മ പഴയ നേഴ്സാണ്. അമ്മ പറയുമ്പോൾ അവർ പറയും ആരാനിക്ക് പൊക്കോട്ടെ, മേനാട്ടത്തിലായിരിക്കും മിക്കവാറും അഡ്മിറ്റ്. അമ്മ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സൂപ്പിട്ടിട്ട് കയ്യെ കാനില ഊരി ഇട്ടുകൊണ്ട് യോഗത്തിന് വന്ന് ഇരുന്നിട്ട് തിരിച്ചു പോകും. കയ്യെ കാനില ഇട്ടുകൊണ്ട് യോഗത്തിന് വരുവാൻ. ആ അമ്മയോട് ഇവര് കൊച്ചിന് 1 വയസ്സായ കഥ പറയുന്നേ, ആരാധനയ്ക്ക് വരാതിരിക്കാൻ. അതുകൊണ്ട് അമ്മയുടെ പോലെ അനുഗ്രഹിക്കപ്പെട്ടെ. ഇത് പക്ഷേ ഇത് പറയുമ്പോൾ ഞാനും, എൻ്റെ അമ്മയുടെ അനിയത്തിമാർ അവർ 6-7 സഹോദരിമാരാണ്. പക്ഷെ അമ്മ 3ാമത്തെ. അമ്മ കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടിലുണ്ടായിട്ടുള്ള പല ചടങ്ങുകളും കല്യാണം ഉൾപ്പെടെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച വെക്കത്തുള്ളൂ. എൻ്റെ അമ്മ കൂടിയിട്ടില്ല. കൂടാഞ്ഞത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, തലേദിവസം പോവും, കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ആരാനിക്ക് വരും. അതിനെക്കാട്ടിലും വലുതെന്തായിരുന്നു നമ്മുടെ സമൂഹത്തിന് പ്രത്യേകത ഉണ്ട്. ശനിയാഴ്ച കല്യാണം വെക്കാത്തവരായിരുന്നു. കാരണം ശനിയാഴ്ച കല്യാണം വെച്ചാൽ ഞായറാഴ്ച ആരാനും വായിക്കും. ഞായറാഴ്ച കല്യാണവും ഞായറാഴ്ച പരിപാടിയും ഞായറാഴ്ചത്തെ ഒന്നും നമുക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? സഭായോഗവും ആരാധനയുള്ളതുകൊണ്ട്. ഇന്നിപ്പോൾ എല്ലാം എന്നാ? അതെ, തിരിച്ചു വന്നേ ഒക്കത്തുള്ളൂ, മടങ്ങി വന്നേ പറ്റുള്ളൂ. സഭായോഗങ്ങളെ ഭാഷയായി വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് അന്ത്യശാസ്ത്രമാണ്, അത് ഓപ്ഷനൊന്നുമല്ല. നാൾ സമീപിച്ചു എന്നറിയും തോറും അത് ഏറ്റവും അധികമായിട്ട് ചെയ്യണം. കൂട്ടായ്മ ബന്ധം മുടക്കാൻ പാടില്ല. കൂട്ടായ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഒന്നും. അതെ, അതുപോലെ ഞാൻ കാണുന്ന ഒരു വലിയ കാര്യമാണ്, ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, സഭായോഗത്തിന് നിങ്ങൾക്ക് ഒരു ദിവസം എമർജൻസി വരാൻ ഒത്തില്ലെങ്കിൽ വേണേ അറിഞ്ഞോട്ടെന്നുള്ളതല്ല, വിളിച്ച് പറഞ്ഞാൽ ഇവർക്ക് എന്താ പറ്റും, പക്ഷെ ഞാൻ ഇന്ന് വരത്തില്ല. അതിന് അടുത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങളുടെ ചർച്ചിൽ എന്നാൽ പാസ്റ്റർ എൻ്റെ ഒരു സഹോദരനുണ്ട്, റൈച്ചാൻ എന്ന് പറയും, റജി വാഴക്കാല എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. റൈച്ചാനൊരു വലിയ ക്വാളിറ്റി ഞാൻ കണ്ടു. ഞാനത് പലയിടത്തും പറയും, സഭയിലും പറഞ്ഞു. പുള്ളി വരത്തില്ല, വിളിച്ച് പറയും, പാസ്റ്ററെ
ഇന്ന് ഇന്ന കാരണം കൊണ്ട് എമർജൻസി ഞങ്ങൾ സ്ഥലത്തില്ലാത്തതിനാൽ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും കൂടും, ആരാധനയ്ക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, വരാനൊക്കും. ഓരോ ആരാധന കഴിഞ്ഞിട്ട് പോയിട്ട് പുള്ളി വിളിച്ച് പറയും, ഞാനിന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇന്നാരെ അവിടെ കണ്ടില്ല, ഇന്നാരെ അവിടെ കണ്ടില്ല, അത്രയും ഞാൻ ശ്രദ്ധിച്ചു, അത് ഞാൻ അറിയിക്കുന്നു, ഒന്ന് തിരക്കിയേക്കണം പാസ്റ്റർ ഭാഗത്തു. യെസ്, അനുഗ്രഹ പാസ്റ്റേ. ഇനി ഞാൻ ഹൃദയം നിറഞ്ഞു പുള്ളി സ്തോത്രം ചെയ്തു. ഇത് ചെറുള്ള നിലപാട് വേണേ അറിഞ്ഞോണം, നമ്മൾ പറയാൻ പാടില്ല. നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലേ. അതെ, ഇത്ര ആളുകളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ നമ്മൾ മാക്സിമം കണ്ടെത്തും. നമുക്കൊരു എന്നാൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ മിസ്സായി പോകാം. എന്തുകൊണ്ട് വിശ്വാസി ഒരാൾക്ക് അപ്പുറത്ത് ഒരാൾ വന്നില്ലെന്ന് പറഞ്ഞുകൂടാ, നമ്മൾ റിമൈൻഡ് ചെയ്യിച്ചുകൂടാ. പക്ഷേ ഇന്ന രാഷ്ട്രീയ കിടക്കുക, പക്ഷേ അറിഞ്ഞോ ഇല്ലെങ്കിൽ ഒന്ന് പോകണം. ഇത് നമ്മൾ വേണേൽ കണ്ടറിഞ്ഞ് പോകണമെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എപ്പോഴും അവരോട് ഏരിയ പാസ്റ്ററെ വിളിച്ച് പറയണം. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അവരത് വളരെ വളരെ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും വ്യക്തിപരമായി ഞാൻ അറിയാറില്ല, പേഴ്സണലി അറിയാറില്ല. കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞായിരുന്നു, എന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ്. വാസ്തവത്തിൽ നമ്മൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല. അപ്പോൾ സഭായോഗത്തിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. കാരണം അത് തന്നെയല്ല, നാളെടുക്കും തോറും എന്ന് കാണും തോറും അത് അധികം ചെയ്യണം. അപ്പോൾ ഈ സഭായോഗങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എനിക്കറിയാം പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിൽ നല്ല സിസ്റ്റങ്ങളുണ്ട്. ഞങ്ങൾ സാധാരണ ചെയ്യുന്നൊരു സിസ്റ്റം, ഞായറാഴ്ച സഭായോഗം കഴിയുമ്പോൾ തന്നെ അതാത് ഏരിയയിലെ പാസ്റ്റേഴ്സ് നമ്മുടെ 2 സെഷന് ആരൊക്കെയാണ് അവരുടെ ഏരിയയിൽ നിന്ന് വരാഞ്ഞെന്ന് അവർ കണ്ടുപിടിക്കണം. അത് വലിയ ശ്രമകരമായ ജോലിയാണ്. കാരണം ചില ഫസ്റ്റ് സെഷൻ വരും, ചില സെഷൻ വരും, അങ്ങനെ മാറി മറിച്ചുമൊക്കെ അവിടെ സൗകര്യം പോലൊക്കെ വരും. അപ്പോൾ ഇവർ ശ്രമകരമായി അവിടെ ഏരിയയിലുള്ളവരെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലിടും. അതെ, ഗ്രൂപ്പിൽ ഇട്ടിട്ട് അവർ വിളിച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ചർച്ചിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കും. ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് സീരിയസ് മാറ്റേഴ്സ് ആണെങ്കിൽ എന്നോട് പറയും. അതെ, ഇപ്പോൾ പക്ഷെ പലപ്പോഴും രസകരമായ സംഭവം, കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരിക്കത്തില്ല. ആ ചെറിയൊരു മഴ, ഒരു തണുപ്പ് തോന്നി. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് അഭിമാനത്തോട് പറയുന്നത്. എൻ്റെ അമ്മ രോഗിയായിരുന്നു പലപ്പോഴും, കുറേ നാൾ അവസാനമൊക്കെ ആയപ്പോൾ. അതെ, പക്ഷേ ആശുപത്രിയിൽ നിന്ന് യോഗത്തിന് വരുവാൻ. അതെ, അതുകൊണ്ടല്ല ഞങ്ങൾ ഇന്നും ഞാൻ മാന്യമായിട്ട് ശുശ്രൂഷ തുടരുന്നത് ആ ഒരു അനുഗ്രഹമല്ലേ, ആ ഒരു കവറേജ് അല്ലേ. തീർച്ചയായും നമ്മൾ എന്ത് പ്രാധാന്യം. ഒരു ഉദാഹരണം കൂടെ എന്നോട് ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, ഇഫ് യു ആർ ലേറ്റ് എന്തിനാ സഭായത്തിന് പോയാൽ, ദൈവകാര്യങ്ങൾ ലേറ്റ് ആയാൽ നിൻ്റെ കല്യാണം ലേറ്റ് ആവും, കൊച്ചുങ്ങളുണ്ടാകാൻ ലേറ്റ് ആവും, ജോലിക്ക് ലേറ്റ് ആവും, നിൻ്റെ ജീവിതത്തിൽ എല്ലാം ലേറ്റ് ആവും. സത്യമാണ്. ഞാൻ പഠിച്ചപ്പോൾ ഇതെല്ലാം സത്യമാണ്. എന്നാൽ കൃത്യമായിട്ട് നേരത്തെ വന്നിരുന്നേ എന്താ ദോഷം? എല്ലാം ദൈവം നേരത്തെ ചെയ്യും. നമ്മൾ ദൈവത്തെ കാര്യങ്ങൾ കാണിക്കുന്ന സീരിയസ്നെസ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് കിട്ടുന്നത്. അതല്ലേ ബൈബിൾ പറയുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അതുപോലെ തന്നെ പാസ്റ്റർ പ്രിൻസിസ് ജാ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുടുംബ പ്രാർത്ഥന, സഭായോഗങ്ങളിൽ പോകുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും കൂട്ടമല്ല കൂട്ടായ്മയുടെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ? ഈ നമ്മളെ കൂട്ടായ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ കൂട്ടായ്മ ദൈവവുമായിട്ടുള്ളതാണ്. അതെ, അത് പേഴ്സണലായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്. അതായത് ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപജയം അത് വളരെ ഗൗരവമായി. ഇപ്പം തിരുത്തലുകൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഞാൻ തിരുത്തണോ? അതെ, പേഴ്സണലി എന്നോട് ദൈവാത്മാവ് ഞാൻ തിരുത്തണമെന്ന് പറഞ്ഞു. എന്നാ കാര്യം ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും എൻ്റെ കാര്യം തിരക്കുകളിടയിൽ നാളെ ഒരു സന്ദേശം കൊണ്ട് കൊടുക്കണമെന്ന് കാണുമ്പോഴാണ് പലപ്പോഴും വേദോസ്തമായിട്ടിരിക്കുന്നത്. അതെ, ഐ അപ്പോളജൈസ്, ഐ അക്സെപ്റ്റഡ് മൈ മിസ്റ്റേക്സ്. ഞാൻ ഐ സപ്പോസ് ടു കറക്റ്റ് മൈസെൽഫ്. ഐ നീഡ് കറക്ഷൻ ഇൻ ദാറ്റ് ഏരിയ. അതുകൊണ്ട് എനിക്ക് മടിയൊന്നുമില്ല, സത്യമാണത്. ദൈവാത്മാവിനോട് പറഞ്ഞാണ്. കാരണം എന്നു ചോദിച്ചാൽ വേദോസ്തം വായനയില്ല. അതെ, വേദോസ്തം വായനയും ഇൻഡിവിജ്വലായിട്ടുള്ള വേദോസ്തം വായനയും പ്രാർത്ഥനയും മസ്റ്റാണ്. അതെവിടെ തുടങ്ങണം? അപ്പനും അമ്മയും തന്നെ ഇരുന്ന് വേദോസ്തം വായിക്കണം. ഞാനൊരു ദർശനം കണ്ടു പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പ്, ഉണർവ് ആരംഭിക്കുന്നു. ഉണർവ് ഞാൻ കണ്ട ഏറ്റവും വലിയ ദർശനം, അമ്മ ഭയങ്കര സങ്കടപ്പെടുകയാണ്. എനിക്ക് ആ അമ്മമാരെ അറിയാം, അവരെന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള സങ്കടം ഇത്രയേ ഉള്ളൂ. രാത്രി ഏറെ വൈകുമ്പോഴും 1 മണി 2 മണിക്കൊക്കെ അമ്മ എഴുന്നേൽക്കുമ്പോഴും കൊച്ചുങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. എവിടെ ഇരിക്കുക? ഫോണിലിരിക്കുക. തല്ലിക്കൊല്ലാനൊക്കുമോ? തൊടാനൊക്കും? ഇപ്പോഴത്തെ പിള്ളേർ വല്ലതും പറയാനൊക്കും?
അമ്മ ഉരുകാണ്. ഇവന്മാർ രാത്രി ഇവള് ആരോടായി വർത്താനം പറയാം. അവരിങ്ങനെ ഇതൊക്കെ വെച്ച് ഹെഡ്ഫോൺസൊക്കെ വെച്ച് അവരിയ്ക്കുകയാണ്. അമ്മ സങ്കടപ്പെടുന്നു. ഒരു രാത്രി ഞാൻ കണ്ട ദർശനം ഞാനങ്ങ് എക്സൈറ്റ്. ഞാൻ ദർശനം കണ്ടു. ഞാനങ്ങനെ വലിയ വിഷണറി ഒന്നും അല്ല, പക്ഷെ അന്ന് ഞാൻ കണ്ടൊരു ദർശനം ഉണർവുണ്ടാകും. ഉണർവുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമ്മ ചെന്ന് രാത്രി ഇനിയും ഉറങ്ങിയിട്ടില്ലയോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങ് കിടക്കണമെന്ന് പറയാൻ ചെന്നപ്പോൾ അമ്മ കണ്ട കാഴ്ച ഫോൺ വിളിക്കുന്നതല്ല, വേദോസം തുറന്നു വച്ചിരിക്കുന്നു, മുട്ടുകുത്തിയിരിക്കുന്നു, കണ്ണീര് വേദോസത്തെ വീഴുന്നു. ഹല്ലേലൂയ. അവിടെ ഉണർവ് തുടങ്ങും. പിള്ളേരും യൗവനക്കാരെല്ലാം ബൈബിൾ വായിക്കും. ബൈബിൾ വായന സംഭവിക്കട്ടെ. അതുണ്ടോ? ഞാൻ കണ്ട ദർശനമാണത്. ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ വായിക്കുന്നതും കരയുന്നതും എൻ്റെ പിള്ളേർ കാണണം. യെസ്, ആമേൻ. ഞങ്ങൾ അത് എനിക്ക് ഒരു ചെറിയ സന്തോഷം തോന്നി. വലിയ നമുക്ക് മക്കൾ എന്നാലും എൻ്റെ ഒരു മോനെക്കുറിച്ച് അവൻ്റെ അമ്മയോട് പറഞ്ഞെന്ന് അമ്മ എന്നോട് പറഞ്ഞു, അമ്മ അവനങ്ങ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മോനെക്കുറിച്ച് ഞങ്ങളുടെ അവിടെ സിബ്ലിങ്സ് കമൻറ്റ് പറ, അമ്മ പേടിക്കണ്ട, അവനങ്ങ് രക്ഷപ്പെടും, ഞങ്ങളെക്കാട്ടിലൊക്കെ രക്ഷപ്പെടുമായിരിക്കും. അതിനാ ഒന്നുമില്ല, അമ്മ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അവൻ ഒറ്റയ്ക്ക് വേദോസം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ വീണ്ടും ഒരു റോയ് പാസ്റ്റർ കഥ പറയാം. അത് ഇഷ്ടമുള്ളതുകൊണ്ട് പറയാം. റോയ് പാസ്റ്റർ മോള് MA ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് PhD എടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു PhD ചെയ്യുന്നതിന് അതോ MPhil ആണോ, എനിവേ എൻ്റെ ഓർമ്മയിൽ PhD ചെയ്യുകയാണ്. കംപ്ലീറ്റ് ചെയ്യുന്ന പിന്നാന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിൻ്റെ കല്യാണം ആലോചിച്ചു. അപ്പോൾ റോയിച്ചാൻ എന്നോട് പറഞ്ഞു ഒറ്റ ഡിമാൻഡ്, ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വലിയ ഡിസ്പാരിറ്റി വരാത്ത ഒരു എഡ്യൂക്കേഷൻ വേണം, അതേ ഉള്ളൂ. പക്ഷേ ഒറ്റ ഡിമാൻഡുണ്ട്, എക്സ്റ്റേണൽ പ്രഷർ ഇല്ലാത്ത ഏത് ആലോചനയും പ്രിൻസിപ്പാൾക്ക് കൊണ്ടുവരാം. പക്ഷേ കൊണ്ടുവരുമ്പോൾ ഒറ്റ കാര്യം ചോദിച്ചിട്ട് കൊണ്ടുവരാം. ആരോടും ഒറ്റയ്ക്കിരുന്ന് അരമണിക്കൂർ വേദോസം വായിക്കുകയും അരമണിക്കൂർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചിനെ തപ്പ്. ഞാൻ തപ്പിയപ്പോൾ PhD ഉണ്ട്, പക്ഷേ അരമണിക്കൂർ പ്രാർത്ഥനയില്ല, വേണ്ട. ഞാൻ നേരിട്ട് ചോദിച്ചു, അരമണിക്കൂർ പ്രാർത്ഥിക്കും, എന്നാലും എനിക്ക് അങ്ങോട്ട് കൊണ്ടുവല്ലാ ഒക്കുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു പയ്യനെ പുള്ളി കണ്ടെത്തി. അതായിരുന്നു അവരുടെ ക്രൈറ്റീരിയ. ഞാൻ പറഞ്ഞൊരു മറുപടി, അരമണിക്കൂർ പ്രാർത്ഥിക്കുകയും അരമണിക്കൂർ വേദോത്സവം വായിച്ചാൽ അവനെ. ഞാൻ ഇന്നലെ ഒരു കൺവെൻഷൻ പോയി വർഷേ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മക്കൾ 20 വയസ്സ് താഴെയുള്ള മക്കളോട് എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. ഇനി ഇരുന്നോളാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, ഈ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വേദോത്സവം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നാളെ അവരെന്താകുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഡിഗ്രി കഴിഞ്ഞ ഒരു സമയം ഞാനും വലിയൊരു ICPFലൊക്കെ സജീവമായിരുന്നെങ്കിലും പേഴ്സണൽ ബൈബിൾ റീഡിങ്ങിനോട് അങ്ങനെ ഉണ്ടല്ലോ, പ്രാർത്ഥന ആക്ടിവിറ്റി ആയിരുന്നു. ഞാൻ നല്ലൊരു സംഘാടകനായിരുന്നു എന്ന് വേണേൽ പറയാം. ഇപ്പോഴും ഞാൻ ന്യൂ ഇന്ത്യയുടെ അന്നത്തെ ജനറൽ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ പ്രിൻസിച്ചാൻ അവിടുത്തെ ഫുഡിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. നമുക്കൊരു ടീം വർക്കിനുള്ളൊരു ഉണ്ടല്ലോ, എല്ലാവരെയും കൂട്ടി എൻ്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ദേവസ്വന്മാരാന്നേരും എല്ലാവരും നമ്മുടെ ടീമിൻ്റെ ഭാഗം. എന്നാലും ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരു വർഷത്തിലെ എനിക്ക് മക്കളോടല്ലാതെ പറയാനുണ്ട്. വളരെ ഒരു സന്ദേശവാഹകരായിട്ടൂടാന്നല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ പരിപാടി എന്താ മോനെ? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്നുണ്ട്. നമുക്കറിയാം വിളി എവിടെയാണ്. ശരി, കുഞ്ഞിനങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെ ഓസ്ട്രേലിയ വിട്ട് പഠിപ്പിക്കാമെന്നു. എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവഹിതമായിരിക്കുമോ? അപ്പം നമ്മുടെ ബുദ്ധി ഞാൻ കണ്ടെത്തിയൊരു ഉത്തരവുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ എന്തായിരിക്കാം? ദൈവഹിതമായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ശരി നീ റെഡി ആയിക്കോളാം പറഞ്ഞു. അന്ന് ഞാൻ ഡൽഹിക്ക് പോയി, ഞങ്ങൾ കുറേ 1-2 പേരോടുണ്ട്. ഡൽഹിക്ക് പോയി അതിനുള്ള അപേക്ഷ കൊടുത്തു. അപ്പോൾ അന്ന് ഭയങ്കര കാശായതിനൊക്കെ, അവിടെ അപ്ലൈ ചെയ്യണം പോകാൻ. സത്യത്തിൽ അന്നൊക്കെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. ഏതായാലും അതൊക്കെ പൈസയൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു ആരൊക്കെയോ സഹായിച്ചു കൊണ്ട് അതെല്ലാം അടച്ചു തിരിച്ചു വന്നു. കൃത്യമായിട്ട് കുറേ വർഷം, അന്ന് എത്ര വർഷം, 94 ഇവിടം കണ്ടാണ്. പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു, എല്ലാം റെഡിയായി. അപ്പോൾ ഒരാഴ്ചക്കകത്ത് പോവാണ്. എന്നോട് പറഞ്ഞ് എപ്പോൾ വേണം വരാം, ചെറിയ 1-2 പേപ്പറുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോകാൻ റെഡി ആയിക്കോളാം. എൻ്റെ പൊന്നു പാർഷേ, എനിക്ക് നമ്മൾ ഈ ഒരു സഭയിൽ തന്നെ വളർന്നതായതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുടുംബമല്ലേ.
അതെ. എല്ലാവർക്കും ഞാൻ പോകുന്ന എന്നോട് എല്ലാവർക്കും സ്നേഹമാണ്. എന്നാൽ എൻ്റെ ചിന്ത എന്നോട് പണക്കുള്ളവർ കുറവാന്ന് തോന്നുന്നു. എനിക്കാരോടും പണക്കുമില്ല. എന്നോട് മിണ്ടാത്ത എനിക്ക് തോന്നുന്നു ഇന്ന് ഭൂമിയിൽ ആരുമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നേരിട്ട് കണ്ടാൽ മിണ്ടാത്തൊരു വളരെ കുറവാണ്. Glory to God. Hallelujah. അങ്ങനെയുള്ള 1-2 പേർക്ക് ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഐസ് ബ്രേക്കിങ് കിട്ടി. പിന്നെ എല്ലാവരെയും കണ്ടാലും അപ്പോൾ ഞാൻ പറഞ്ഞത്, എല്ലാവരും എനിക്ക് രാവിലെ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഒരിടത്ത് ചോറ്, വൈകിട്ട് ഒരിടത്ത് ഡിന്നറ്, എല്ലാവരും എനിക്ക് വിളിച്ച് തരിക. എൻ്റെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എൻ്റെ ആൻറ്റിമാരും അങ്കിളുമാരും എനിക്ക് ഇഷ്ടം പോലെ ഉമ്മ തന്നു. അത് പോവല്ല, ഞാൻ കെട്ടിപ്പിടിച്ച് തന്നു, പൈസ തന്നു, അവിടെ ഉള്ളതൊക്കെ പൈസ തന്നു, ഞാൻ പോവല്ലേ. പിന്നെ ചോറ് തന്നു, ഞാൻ പോവല്ലേ. എല്ലാവരും ഫെലോഷിപ്പ് എന്നാണ് ഫെയർവെല്ല് പോവല്ലേ, സങ്കടത്തോടെയും സന്തോഷത്തോടെയും. എൻ്റെ അച്ഛാ പോയില്ല, പോകുന്നില്ല. എൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിവേ, ദൈവപദ്ധതിയായിരുന്നു. പക്ഷേ ഇതൊരു ഒരു 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 അക്കാഡമിക് ഇയർ തുടങ്ങുന്ന ഒരു സമയങ്ങളായിരുന്നു. പോകാനൊത്തില്ല, എനിക്ക് ആ വർഷം ഒന്നും ചെയ്യാനൊത്തില്ല. എവിടോട്ട് ഇറങ്ങിയാലും ചോദിക്കും, നീ പോയില്ലേ, നീ ഓസ്ട്രേലിയ പോയില്ലേ, വന്നില്ലേ. അതൊരു വല്ലാത്ത മുറി. അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഞാനന്ന് മുണ്ടാണ് കൊടുക്കുന്നത്. പാൻറ് ഇടുമെങ്കിലും അന്ന് പാൻസ് ഇടുമെങ്കിലും മുണ്ടാണ് കൂടുതലും. എൻ്റെ ബാലരാമപുരം നല്ല സൂപ്പർ കുറച്ച് മുണ്ടുണ്ടായിരുന്നു. അലക്കി തേച്ച് നല്ല പശയൊക്കെ മുക്കുന്ന ഈ മുണ്ടും കോട്ടൺ ഷർട്ടും എല്ലാം ഞാൻ പറക്കി കൊടുത്തു. കാരണം ഞാൻ ഓസ്ട്രേലിയക്ക് പോകല്ലേ. പിന്നെ എനിക്ക് മുണ്ടുമില്ല. മുണ്ട് മേടിക്കണ പൈസ വേണ്ടേ. നല്ല മുണ്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബാലരാമപുരം മുണ്ട്. ഞാൻ കരാൾക്കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന മുണ്ട്, കൊതിച്ച് മേടിച്ച മുണ്ടുകൾ എല്ലാം ഞാൻ കൊടുത്തു. കാരണം ഞാൻ ഓസ്ട്രേലിയക്ക് പോകല്ലേ. ഇനി അത് 1-2 മുണ്ട് മതിയല്ലോ അവിടെ. ബാക്കിയെല്ലാം എനിക്ക് കല്യാണത്തിൽ പോകാനോ ഇറങ്ങിപ്പോകാനോ കാര്യമായി മുണ്ടില്ല. എൻ്റെ കതർ ഷർട്ടെല്ലാം ഞാൻ കൊടുത്തു. കാരണം ഞാൻ അവിടെ പോകല്ലേ, പിന്നെ അലക്കി തേക്കുന്നത് എങ്ങനെ. അപ്പം ഞാൻ അന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഹോളല്ല, പഴയ ഹോളാണ്, പാർഷയുടെ വന്നിട്ടുണ്ട്. ഞാൻ നാണം കെട്ടിട്ട് ആ ഹോളിൽ പോയി കിടന്നു. വാശി, വൈരാഗ്യം, സങ്കടം. 1 വർഷം ഞാൻ ആ ഹോളിൽ കിടന്നു, ഓൾമോസ്റ്റ് 1 വർഷം. അപ്പോൾ രാത്രി എൻ്റെ 1-2 കൂട്ടുകാരുണ്ട്, ഒരു ബിജു ഒക്കെ ഉണ്ട്, അവനൊക്കെ വന്ന് ഹോളിലങ്ങ് എൻ്റെ കൂടെ കിടക്കും, കൂട്ടുകാരും. പാർഷ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം ശൂന്യമായി പോയെന്നൊരു ചിന്ത, അപമാനിക്കപ്പെട്ടു എന്നൊരു ചിന്ത. എനിക്ക് മക്കളോട് പറയാനുണ്ട്, അന്ന് ഞാൻ 16 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ആ ഹോളിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉരുണ്ട് കരഞ്ഞു. എന്തിനാണെന്ന് എനിക്കും അറിയില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഉരുണ്ടു കരഞ്ഞു. 10-16 മണിക്കൂർ നെടുമ്പാടും വീണു. സമയം പോകുന്ന അറിയാതെ കരഞ്ഞു. അപമാനിക്കപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 10-20 വയസ്സിൽ ഏറ്റ ഒരു മുറിവ്. അതൊരു മുറിവാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അടുത്തിടയ്ക്ക് എന്നോടൊരു പ്രവാചകൻ പറഞ്ഞു, കുഞ്ഞെ, നിൻ്റെ നല്ല പ്രായത്തിൽ നിന്നെ ഞാൻ 1 വർഷം ഇരുത്തി, നിന്നെ ഞാൻ പ്രാർത്ഥിപ്പിച്ചു. അതിൻ്റെ ഫുൾ ഡീസലിലാണ് നീ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അപ്പം ഈ പ്രായത്തിൽ പ്രാർത്ഥിച്ച ദാനിയേലിനൊക്കെ 10-17 വയസ്സുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ദാനിയേലിനെ പഠിക്കുന്നത്. ഈ പ്രായത്തിൽ പ്രാർത്ഥിച്ചാൽ ഐ ക്യാൻ ഗീവ് യു ഗ്യാരണ്ടി, നാളെ നീ എന്താകുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. പ്രിൻസ് അച്ഛൻ ഇപ്പോൾ എന്നോട് പ്രവചിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക അച്ഛാ. ഇറ്റ്സ് മൈ ലൈഫ്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞും, കുടുംബ പ്രാർത്ഥന വേണം, ചർച്ച വേണം. അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയുടെ ഒരു സാക്ഷ്യം പറയും. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ അവരുടെ കോഴിക്കോടായിരുന്നു, കോഴിക്കോട് അടിവാരം പോകുന്ന വഴിക്ക്. അപ്പോൾ അവളെന്നോട് പറഞ്ഞൊരു സാക്ഷ്യം, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ സാക്ഷ്യം, അവരുടെ ഒരു 6-7 പഠിക്കുമ്പോൾ ഒരു 3-4 പേരുടെ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കുറേ സിസ്റ്റേഴ്സ് ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചു പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ 7-8 എന്തോ പ്രായമുണ്ട്. അവർക്ക് എന്തോ പ്രാർത്ഥിക്കണം, രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം, ആ പ്രാർത്ഥിച്ചവരെല്ലാം തന്നെ കർത്തദാസന്മാരുടെ ഭാര്യമാരാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, ഞാൻ കുഞ്ഞുങ്ങളോട് വീണ്ടും പറയാം, 18, 17, 20, 21 ഡിഗ്രി കൂടുതൽ സമയം പ്രാർത്ഥിച്ചാൽ നാളെ നീ എന്താകുമെന്ന് കുഞ്ഞെ നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത, ആട് ഹൃദയത്തിൽ തോന്നാത്ത വിചാരങ്ങളാൽ തമ്പുരാൻ നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഇടും. ആമേൻ. ഇൻഡിവിജ്വൽ പ്രെയർ വേണം, ഇൻഡിവിജ്വൽ ബൈബിൾ റീഡിങ് വേണം. ഈ എളിയവൻ പറയും, പക്ഷേ ടിനി ജോർജ് പറയും,
നല്ല പ്രായത്തിൽ പ്രാർത്ഥിച്ചാൽ നമ്മൾ പിന്നെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ കർത്താവ് ഇങ്ങനെ ഉള്ളം കൈ കൊണ്ടുനടന്നു. അന്ന് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഹല്ലേലൂയ. അതെല്ലാം അവിടെ ദൈവം അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിൻ്റെ പലിശയൊക്കെ, പക്ഷെ എൻ്റെ പലിശയൊക്കെ തീരാറായി. കാരണം നമ്മളിപ്പോൾ മൂലധനം പോലും എടുത്തു. അതുകൊണ്ട് എന്നോട് ദൈവദാസൻ പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോളും. യെസ്. അപ്പോൾ ഞാനിപ്പം കൺവെൻഷൻ പോയപ്പം ആഹ്വാനം കൊടുക്കുന്നതാണ്, ഒരു 20 വയസ്സിൽ താഴെയുള്ള, ഇന്നലെ തുടങ്ങി ഞാൻ ദൈവാനുഭവം പറഞ്ഞു തുടങ്ങിയ 20 വയസ്സിൽ താഴെയുള്ള മക്കൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ, ഒരമണിക്കൂർ പ്രാർത്ഥിക്കാൻ, വേദവസം വായിക്കാൻ തീരുമാനിക്കുക. അവർക്ക് വേണ്ടി ഇനി അവരെ ശുശ്രൂഷിക്കണം. നമ്മുടെ പിള്ളേരെല്ലാം വേദവസം വായിക്കണം. ബൈബിളിനും പ്രാർത്ഥനയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇബത്തേലായിരിക്കും റിവൈവൽ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ഉണർവ് ഉണ്ടാകട്ടെ. ഉണർവുണ്ടാകുന്നത് അബത്തേലാണ്. അങ്ങനെ തന്നെ ഉണ്ടാകാം. ഞാൻ കണ്ട വെളിപ്പാടാണ്, ഞാൻ പറഞ്ഞില്ലേ, അത് സംഭവിക്കും. 3 മണിയായപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് അരിശപ്പെട്ട് വരുമ്പോൾ ഞാൻ ആ കണ്ട വെളിപ്പാടിനകത്ത് പാസ്റ്ററെ കണ്ണീര് വീണിട്ട് ആ പേപ്പർ ഇങ്ങനെ നനഞ്ഞ് കുതിറുകയാണ്. ബൈബിളിന്റെ താളുകൾ മുട്ടുകുത്തിയിരിക്കുകയാണ്. ബൈബിൾ കട്ടിലേ വെച്ചേക്കും. ഞാൻ കൊതിക്കുന്നു എൻ്റെ മക്കളിൽ അത് സംഭവിക്കാൻ. ഇപ്പോൾ നമ്മളെ കാണുന്ന എല്ലാ പ്രേക്ഷകരിലും അവരുടെ കുടുംബങ്ങളിലും അത് സംഭവിക്കട്ടെ. നിങ്ങളുടെ മക്കളെ ഇത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം. യെസ്, അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നമുക്കൊന്ന് ചെന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ഒന്ന് കർത്താവിന്റെ ദാസൻ ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉണർവുണ്ടാകണം. ഞങ്ങൾ കാണാൻ കൊതിക്കുന്നത് ഉണർവാണ് കർത്താവേ. ഞങ്ങളുടെ ചങ്കിടിപ്പ് ഉണർവിന് വേണ്ടി റിവൈവൽ ഉണ്ടാകും കർത്താവേ. ഞങ്ങളുടെ നാടിയിടിപ്പ് ഒരു അന്ത്യകാല ഉണർവാണ്. അതാണ് ഞങ്ങളുടെ കൊതി, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുണ്ടാകണമെങ്കിൽ അത് ഞങ്ങളുടെ മക്കളിലൂടെ മക്കൾ അത് സംഭവിക്കണമെങ്കിൽ ഞങ്ങൾ അത് മാറ്റം വരുത്തണം. ഞങ്ങൾ പേരൻസ് കർത്താവ് കൂടുതൽ വേദവസം വായിക്കുക. അത് അവർ കാണണം. വേദവസം വായിക്കുന്നത്, കുറിക്കുന്നത്, കണ്ണീര് വീഴുന്നത്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മക്കൾ കാണട്ടെ. ഇന്ന് അവർ ഫോണിലാണ്, അത് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അവിടെ സ്ക്രീൻ ടൈം ഒത്തിരിയാണ്, അത് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. എന്നാൽ ഞങ്ങളൊരു ദിവസം കാണും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രാത്രിയെ പകലാക്കി വേദവസത്തിന്റെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തുറന്ന പുസ്തകത്തിന്റെ അവരുടെ കണ്ണീർ ആ പുസ്തകത്താളുകളിൽ വീഴുന്നത് അത് ഞങ്ങൾ കാണും. അന്യരല്ല, സ്വന്തം കണ്ടുകൊണ്ട് കാണും. അങ്ങനെ വലിയൊരു ഉണർവിന് വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾ, ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ അവരത് ഏറ്റെടുക്കട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വിശുദ്ധ വചനത്തോട് അവർക്ക് ആഭിമുഖ്യം ഉണ്ടാകട്ടെ, വായിച്ചു തുടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. I agree with your prayer, Pastor. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് ഈ ഷൂട്ടിൽ, ഈ ഒരു പോഡ്കാസ്റ്റ് ഷൂട്ടിൽ അനുഭവിക്കുകയായിരുന്നു. കൂട്ടമല്ല കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, മനുഷ്യനോടുള്ള കൂട്ടായ്മ, ദൈവവചനത്തോടുള്ള കൂട്ടായ്മ, പ്രാർത്ഥനയിലുള്ള കൂട്ടായ്മ. ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളിത് പങ്കുവയ്ക്കുക, പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളെ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ വിട്ടുപോകുന്നവരായിട്ടല്ല, അനുസരിക്കുന്നവരിലാണ് ദൈവ അനുഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നത്. അനുസരണത്തിലൂടെ വെളിപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ കേട്ട വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം. മേ ഗോഡ് ബ്ലെസ് യു എവരിവൺ. പ്രത്യേകിച്ച് പ്രിൻസ് പാസ്റ്റർ ഇന്ന് ഈ ഒരു ഫ്ലോറിൽ ഞങ്ങളോട് സംസാരിക്കാനും ദൈവമക്കളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കടന്നു വന്നതിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ബഹുമാനവും ഞങ്ങൾ അറിയിക്കുക. കാരണം ഇന്നത്തെ പ്രത്യേകിച്ച് മറ്റ് എപ്പിസോഡുകളിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു ഇത്. നമ്മൾ രണ്ടുപേരുടെ വർത്തമാനം പറയുമ്പോൾ അച്ഛൻ ഓരോ കാര്യങ്ങൾ എന്നോട് പറയുമ്പം എനിക്കിങ്ങ് കരച്ചിൽ വരികയാണ്, ഞാൻ ഇമോഷണൽ ആകുകയാണ്, എനിക്കത് ഫീൽ ചെയ്യാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത് ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു. താങ്ക്സ് ഫോർ കമ്മിങ് ടുഡേ. ഇനിയും നമുക്കൊന്ന് ചിരിക്കണം, നമ്മളിൽ നിന്ന് കേൾക്കാൻ, നമ്മുടെ അനുഭവങ്ങൾ കേൾക്കാൻ, ദൈവവചനത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒറ്റ ചോദ്യം കൂടെ, പാസ്റ്റർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പം എത്ര വയസ്സായിരുന്നു? എനിക്ക് 17 വയസ്സായിരുന്നു. എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ കോളേജിൽ പോകുമ്പോൾ വേദോസ്തവം കൈ കാണുമായിരുന്നു, എപ്പോഴും ഉണ്ടാവുമായിരുന്നു എൻ്റെ കയ്യിൽ, സഞ്ചിക്കകത്ത്. അതെ, ഞാൻ പ്രിൻസ് പാസ്റ്റർ ചർച്ചിൽ അന്നൊക്കെ സമയങ്ങളിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഉണ്ട്, അപ്പച്ചനോ അപ്പായും അമ്മയോ പപ്പായൊക്കെ ഉള്ള സമയത്ത്, കൊച്ചു പ്രായത്തിൽ. അതെനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം പിന്നെ 17 കോളേജിൽ പോകുമ്പോൾ ബൈബിള് കൈ കാണും എപ്പോഴും. ഇപ്പോഴും ഞാൻ ഐപാഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉപയോഗിക്കാറില്ല, പ്രിന്റഡ് ബൈബിള് തന്നെ ഉപയോഗിക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫോണിനകത്ത് നോക്കുമെങ്കിലും
നമുക്ക് ബൈബിളുണ്ട്. ബൈബിളുണ്ട്. താങ്ക് യു അച്ഛാ. താങ്ക്സ് ഫോർ കമ്മിങ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. God bless താങ്ക് യു. you. Thanks for watching Spiritual Talk with Pastor Tinu George.